പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള എൻ്റെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഇന്ത്യ എന്ന ആശയത്തോട് പൂർണ്ണമായിട്ടും വിധേയനായിട്ടുള്ള ആളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ അപ്പുറത്ത് നടക്കുന്ന പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള നിലപാടുകളൊക്കെ മാറ്റി മതേതരത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഭൂമി രാഷ്ട്രീയ ഭൂമിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെ സന്തോഷമുണ്ട്. മതനിരപേക്ഷ ചിന്താഗതിക്കാരും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരും എല്ലാം ഇദ്ദേഹം ഇന്നലെ വരെ എന്ത് നിലപാടായിരുന്നു സ്വീകരിച്ചതെന്ന് നല്ലതുപോലെ അറിയാവുന്നവരാണല്ലോ. ED സതീശന് അവസാന ലാപ്പിൽ ചെയ്തത് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വിശകലനം ചെയ്യാം. രാവിലെ തൊട്ട് വർഗീയതയുടെ വിഷം മാത്രം വാതുറന്ന തുപ്പുന്ന ഒരാൾക്ക് ഞാനെന്തിനാ മറുപടി പറയണത്? ഇന്ന് കൂടെ കാണുന്നവനെ നാളെ കാണില്ല എന്ന് പറഞ്ഞാൽ അത് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് കാഴ്ചയെക്കുറിച്ച് തന്നെയാകും. ഇടത് വലതും വലത് BJPയും BJP കോൺഗ്രസും ഒക്കെയാകുന്ന കൂടുവിട്ട് കൂറുമാറൽ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് എൻട്രി കൂടിയായപ്പോൾ പൂർത്തിയായിരിക്കുന്നു ക്ലൈമാക്സ് ചിത്രം. സന്ദീപ് BJPയുമായി ഇടഞ്ഞു നിന്നപ്പോൾ വാഴ്ത്തിപ്പാടിയ ഇടത് നേതാക്കൾക്ക് 24 മണിക്കൂറിനുള്ളിൽ സന്ദീപ് കാളകൂട വിഷമായി. കോൺഗ്രസ് RSS ക്യാമ്പുമായി. സന്ദീപിനെ തള്ളിപ്പറയുന്ന K മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കൈയടിക്കുന്നതും ഇടത് സൈബർ അനുകൂലികളായി. കോൺഗ്രസിന് കണ്ടകശനിയെന്ന് പുച്ഛിക്കുന്ന BJPയെക്കാളും സന്ദീപിന്റെ UDF പ്രവേശം കൊള്ളുന്നത് ഇടതുപക്ഷത്താണ്. കോൺഗ്രസ് RSS ക്യാമ്പെന്ന് ഇടത് നേതാക്കൾ വിമർശിക്കുന്നതിലുണ്ടോ രാഷ്ട്രീയ സത്യസന്ധത? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. നമുക്കൊപ്പം ചർച്ചയിൽ ചേരുന്നു മുസ്ലിം ലീഗ് നേതാവ് അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ്, രാഷ്ട്രീയ നിരീക്ഷകരായ ശ്രീജിത്ത് പണിക്കർ, N ശ്രീകുമാർ, റിജി ലൂക്കോസ്, ഒപ്പം ബഷീർ വള്ളിക്കുന്നും നമുക്കൊപ്പം ചേരുന്നു. എല്ലാവർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീജിത്ത് പണിക്കർ, അവസാന സമയത്തെ ട്വിസ്റ്റാണ് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശം. അതിനകത്ത് കോൺഗ്രസിന് അതിലുണ്ടാക്കാവുന്ന മൈലേജ്, ആ മുഖം, അത്തരം പ്രസ്താവനകൾ, റോഡ് ഷോയിലെ സന്ദീപിന്റെ സാന്നിധ്യം, അതൊക്കെ ഒരു വശത്ത് നടക്കുന്നു. സന്ദീപ് വർഗീയ മുഖമാണ്, അതുകൊണ്ട് അപ്പുറത്തേക്ക് പോയതാണ് എന്ന് പറഞ്ഞ് ന്യൂനപക്ഷ വോട്ടുകളിലേക്കുള്ള നോട്ടം ശക്തമാക്കാൻ ഇടതുപക്ഷത്തിനും കഴിയുന്നു. അപ്പോൾ ഈ രണ്ട് ഭാഗവും അങ്ങനെ കളം നിറയുമ്പോൾ പാലക്കാട് വിയർക്കുന്നത് BJP ആണോ? അപർണ, ഇതിലിപ്പോ സന്ദീപ് വാര്യരുടെ നീക്കം കോൺഗ്രസിന് ഗുണമാകുമോ BJPക്ക് ക്ഷീണമാകുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തുന്നതിന് മുൻപായിട്ട് സന്ദീപിനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നാൽ ഒരുപക്ഷെ ഏത് വിഭാഗത്തിലുള്ള വോട്ടർമാരെ ആകർഷിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നിശ്ചയമായും കൺവെൻഷനലായിട്ട് BJPക്ക് വോട്ട് ചെയ്യുന്ന BJP പ്രവർത്തകരല്ലാത്ത അവരുടെ അനുഭാവികളായിട്ടുള്ള ആൾക്കാരുടെ വോട്ടിനെയാവും ലക്ഷ്യം വെക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സന്ദീപ് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിനെ തള്ളിപ്പറയുന്നു. പാലക്കാട്ടുള്ള സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ പറയുന്നു. ആദ്യം അദ്ദേഹം പറഞ്ഞിരുന്നത് വ്യക്തിപരമായിട്ട് തനിക്കുണ്ടായിരുന്ന ചില ദുരനുഭവങ്ങളാണ് എങ്കിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം കുറച്ചുകൂടി കടുപ്പം കൂട്ടിയതിനു ശേഷം അത് രാഷ്ട്രീയമായിട്ടുള്ള ചില ആരോപണങ്ങളിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട് നമ്മൾ കണ്ടു. ഇപ്പൊ കോൺഗ്രസ് തന്നെ കുറെ കാലമായിട്ട് പറയുന്ന CPM BJP ബന്ധത്തിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അതേപോലെ തന്നെ കൊടകര കുഴൽപ്പണ കേസിനെ പറ്റി പറഞ്ഞു. ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഒപ്പം കൊടകരയും കരുവന്നൂരും ഒരു ഡീലാണ് എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം പറഞ്ഞു. തന്നെയുമല്ല, പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച വ്യക്തികളെ അങ്ങനെയുള്ള ഒരു സീരീസ് ഓഫ് ഇൻസിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് പാർട്ടി സംരക്ഷണം നൽകാത്ത ആൾക്കാരിൽ ഒരാളാണ് താൻ എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആരോപണവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് ആദ്യം അദ്ദേഹം പറഞ്ഞിരുന്നത് എങ്കിൽ അതിനുശേഷം അല്പം കൂടി കടുപ്പം കൂട്ടിയതിനു ശേഷം അദ്ദേഹം രാഷ്ട്രീയമായിട്ടുള്ള ആരോപണം കൂടി ഉന്നയിക്കുന്നതാണ് നമ്മൾ കണ്ടത്. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ BJP അനുഭാവികളായിട്ടുള്ള, നേരത്തെ പറഞ്ഞതുപോലെ BJPയിൽ നിന്ന് ഒരുപക്ഷെ കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യരോടുള്ള ഒരു അനുകമ്പ കൊണ്ട് വോട്ട് മറിക്കാൻ സാധ്യതയുള്ള കുറേയധികം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അതിനൊരുപക്ഷെ മതിയായിട്ടുള്ള കാരണമായിരിക്കാം. കാരണം കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ എന്ന് പറയുന്നത് പോലെ BJPയുടെ ഇൻസൈഡർ ആയിരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അവരുടെ നേതൃത്വത്തിലുള്ള എന്തെങ്കിലും രീതിയിലുള്ള തെറ്റായ നടപടികൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെ ഇപ്പോൾ ഒരു വിസിൽ ബ്ലോവർ എന്ന നിലയ്ക്ക് അത് പറയാൻ കഴിയുകയുള്ളൂ. പക്ഷെ അദ്ദേഹം ഇന്നലെ കാണിച്ച ഒരു അബദ്ധം ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം BJPയുടെ സെൻട്രൽ ലീഡർഷിപ്പിനെ, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ, അതേപോലെ സംഘപരിവാറിനെ, മൊത്തത്തിൽ RSSനെ ഒക്കെ തന്നെ
പാടെ തള്ളിക്കളയുന്ന രീതിയിലേക്കുള്ള ഒരു സമീപനമുണ്ടായി. അതിൽ തന്നെ അദ്ദേഹം പറയുന്നത് ഡിവിസീവ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലുള്ള മൊത്തം ആൾക്കാർക്കുള്ള അഭിപ്രായം എന്താണോ നരേന്ദ്രമോദിക്കെതിരെയുള്ളത് അത് തന്നെയാണ് തന്റെയും അഭിപ്രായം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഞാൻ കരുതുന്നത് ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഭാഗമാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലത്തേക്കുള്ള ഒരു നിലപാട് സ്വീകരിക്കേണ്ടതാണ്. അതിൽ രാഷ്ട്രീയമായ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ പാലക്കാട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് വോട്ട് ചെയ്യാൻ പോകുന്ന BJP അനുഭാവികളായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സന്ദീപിന്റെ വ്യക്തിപരമായ പ്രശ്നങ്ങളിൽ കൂടെ നിൽക്കാമെങ്കിലും അല്പം മുമ്പ് പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളിൽ കൂടെ നിൽക്കാമെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നത്തിൽ എവിടെയാണ് BJP സെൻട്രൽ ലീഡർഷിപ്പ് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി എവിടെയാണ് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പൊ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ നരേന്ദ്രമോദിയെ തള്ളി പറഞ്ഞുകൊണ്ട് അദ്ദേഹം വർഗീയ വിഭജനത്തിന്റെ ആളാണ് എന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും ഈ ഒരു കാറ്റഗറി ഓഫ് വോട്ടേഴ്സിനെ കോൺഗ്രസിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിയുമോ? പക്ഷേ ശ്രീജിത്ത്, മതേതര മുഖമാണ് സന്ദീപ്, അങ്ങനെ പറഞ്ഞുകൊണ്ടാണല്ലോ ഇന്ന് പാണക്കാട് പോലും സന്ദീപ് പോയിരിക്കുന്നത്. അതായത് കോൺഗ്രസ് കാണിക്കുന്നത് CPM-ലേക്ക് മാത്രമല്ല, കോൺഗ്രസിലേക്ക് മുഴുകും ഒരു മതേതര മുഖമായി മുഴുവൻ തെറ്റ് തിരുത്തി കൊണ്ടുവരികയാണ്. ഒരു തെറ്റ് തിരുത്തൽ ഇമേജ് സ്വാഭാവികമായിട്ടും സന്ദീപ് പറയുമ്പോൾ അത് കോൺഗ്രസും ആഗ്രഹിക്കുന്നത് ആ തരത്തിൽ പറയുക, ആ തരത്തിലുള്ള വോട്ടുകൾ. അതൊരു പക്ഷേ BJP വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് ഇടതുപക്ഷ വോട്ടുകൾ കൂടി ലക്ഷ്യമിടുന്നുണ്ടോ? അല്ലെങ്കിൽ അത് ക്ലിക്കാവില്ല എന്ന് പറയുന്നിടത്ത് അങ്ങനെ ഒരു പൂർണ്ണമായിട്ട് അത് കണക്കിലെടുക്കാൻ കഴിയുമോ? അങ്ങനെ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോൺഗ്രസിന്റെയോ സന്ദീപിന്റെയോ കൂറുമാറ്റമോ ഇല്ലാതെ തന്നെ അവരുടെ നിലപാട് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അതായത് മതനിരപേക്ഷമായിട്ടുള്ള ഒരു കേരളം, അല്ലെങ്കിൽ മതനിരപേക്ഷ രാഷ്ട്രീയം, ഇന്ത്യ, ഒപ്പം BJP എതിർക്കുന്ന, സംഘപരിവാറിനെ എതിർക്കുന്ന, ഹിന്ദുത്വയെ എതിർക്കുന്ന പൊളിറ്റിക്സ് എന്നുള്ളത് അവരുടെ നിലനിൽപ്പിന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്കാരെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യരുടെ ഒരു പ്രവേശം, അദ്ദേഹത്തിന്റെ നേരത്തെ ഉണ്ടായിരുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെ ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന് കണ്ടുകൊണ്ട് എങ്കിൽ നമുക്ക് കോൺഗ്രസിന് വോട്ട് ചെയ്തേക്കാം എന്ന് തീരുമാനിക്കാനുള്ള ഒരു സാധ്യതയൊന്നും തന്നെ ഇടതുപക്ഷത്തുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. തന്നെയുമല്ല, ഇടതുപക്ഷത്ത് അത്യാവശ്യം നല്ല രീതിയിലത്തേക്കുള്ള ഒരു ക്യാമ്പയിൻ ഇപ്പോൾ പാലക്കാട്ട് നടക്കുന്നുമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ സന്ദീപ് കേട്ടർ ചെയ്യാൻ സാധ്യതയുള്ള ഒരേ ഒരു വോട്ട് ബേസ് എന്ന് പറയുന്നത് BJP അനുഭാവികളായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരെ പോലും അദ്ദേഹത്തിന്റെ ഇന്നലത്തെ പ്രസ്താവന സാരമായി ബാധിച്ചിട്ടുണ്ടാകാം എന്നാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ച് RSS പോലെ ഫ്രണ്ട് ലൈനിൽ വന്നിട്ട് അഭിപ്രായം പറയാത്തൊരു ഓർഗനൈസേഷൻ, നരേന്ദ്രമോദി, ഇങ്ങനെയുള്ള ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലത്തേക്ക് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഒരല്പം തിടുക്കം കൂടിപ്പോയി എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് അത് പറയേണ്ടി വന്നേക്കാം. പക്ഷെ ഇന്നലെ വരെ BJPയുടെ അംഗമാണ് ഞാൻ എന്ന രീതിയിലത്തേക്ക് പറഞ്ഞിരുന്ന ഒരാൾ പെട്ടെന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും മറ്റൊരു പാർട്ടിയിലേക്ക് പോയിട്ട് ഈ രീതിയിലത്തേക്കുള്ള ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകാവുന്ന ചില ചോദ്യങ്ങളുണ്ട്. അങ്ങനെയാണ് എങ്കിൽ നിങ്ങളുടെ നിലപാടുകൾ ഇതുവരെ എവിടെയായിരുന്നു? നിങ്ങൾ ഈ നിലപാട് സ്വീകരിച്ചിട്ട് പാർട്ടിയുടെ നിലപാടാണ് പറയുന്നത്, വ്യക്തിപരമായ നിലപാടല്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ആരുടെ നിലപാടാണ്? നിങ്ങളുടെ നിലപാടാണോ, അതോ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടാണോ, അതോ നിങ്ങളുടെ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് പാർട്ടി നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടോ? തുടങ്ങിയ ചോദ്യങ്ങൾ കൂടി അദ്ദേഹത്തിന് ബാക്കിയാണ്. തന്നെയുമല്ല, ഇന്നലെ വരെ പ്രകീർത്തിച്ച് നടന്ന ഒരാളെ, ഒരു പ്രസ്ഥാനത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ഇന്ന് ഒരു അഭിപ്രായം പറയുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതുപോലെ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആൾക്കാരെ തള്ളി പറയുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ള ഒരാളിനും ഒരല്പം ചളിപ്പ് തോന്നാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് കേൾക്കുമ്പോൾ ഇത്ര പെട്ടെന്ന് ഇത്ര കടുത്ത രീതിയിലത്തേക്കുള്ള വിമർശനമൊക്കെ തന്നെ വേണോ എന്ന രീതിയിലത്തേക്ക് ഒരുപക്ഷെ അവരും ചിന്തിച്ചേക്കാം. കാരണം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് മാനസാന്തരം വന്നു എന്ന രീതിയിലാണ്. അദ്ദേഹം ഇങ്ങനെ വർഗീയതയുടെ, വിഭജനത്തിന്റെ രാഷ്ട്രീയത്തിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു എന്നൊക്കെയാണ്. അത് ഇത്ര പെട്ടെന്ന് സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം എനിക്ക് ഓർമ്മയുള്ളത് ശ്രീ OK വാസു, അദ്ദേഹം ഇതേപോലെ തന്നെ സംഘപരിവാർ BJP രാഷ്ട്രീയമെല്ലാം അവസാനിപ്പിച്ച് അദ്ദേഹം ഇതേപോലെ ഇടതുപക്ഷത്തിനോടൊപ്പം പോയതിനു ശേഷം 10 വർഷങ്ങൾ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനോട് ഒരു അഭിമുഖത്തിൽ ചോദിക്കുന്നുണ്ട്, അദ്ദേഹം പൂർണ്ണമായിട്ട് ഒരു ഇടതുപക്ഷക്കാരനായി മാറിയിട്ടുണ്ടോ, RSS ആശയങ്ങളെല്ലാം തന്നെ അതിന്റെ സ്വാധീന വലയത്തിൽ നിന്ന് അദ്ദേഹം മുക്തനായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം 10 വർഷങ്ങൾക്ക് ശേഷം പറയുന്നത് 50% എന്നാണ്. അപ്പൊ അദ്ദേഹം ഒരു പൂർണ്ണ കമ്മ്യൂണിസ്റ്റുകാരനിലേക്കുള്ള ഒരു വളർച്ചയിലാണ്, പക്ഷേ 50% 10 വർഷം കഴിഞ്ഞിട്ടും ആയിട്ടുള്ളൂ എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു കോർ ആശയത്തിലുള്ള ഒരാളിന് ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ആ ആശയങ്ങളെല്ലാം മാറുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അദ്ദേഹം പറയുന്നതിൽ എത്രത്തോളം ആശയ വ്യക്തതയുണ്ട്, എത്രത്തോളം ആദർശ ശുദ്ധിയുണ്ട്, എത്രത്തോളം ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായമാണ് അത് എന്ന കാര്യത്തിൽ ഒരുപക്ഷെ കോൺഗ്രസ് തീർച്ചയായിട്ടും ശ്രീ ഞാൻ തിരികെ എത്താം. ശ്രീ N. ശ്രീകുമാർ,
ഇടതുപക്ഷം ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പാലക്കാട് അവിടെ നിൽക്കുന്ന സമയത്ത് പോലും ഇടതുപക്ഷത്തെ നേതാക്കന്മാർ സന്ദീപ് വാര്യർ എടുത്ത നിലപാടൊക്കെ ഒരു വിഷയമുണ്ട്. അതിനൊക്കെ ഇടതുപക്ഷത്തിലുള്ളവരാണ് മറുപടി പറയേണ്ടത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസ് ഈ വിഷയത്തിനകത്ത് പ്രത്യേകിച്ച് ഒരു നിലപാടും അല്ലെങ്കിൽ അത്തരം പ്രസ്താവനകളൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ കൃത്യമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരുന്ന ആൾ കെ മുരളീധരനാണ്. കെ മുരളീധരൻ പറഞ്ഞുകൊണ്ടിരുന്നത് സന്ദീപ് ഇങ്ങോട്ട് വരണ്ട, ഇങ്ങോട്ട് ചാടി വന്നാൽ അടുത്ത ബ്ലോക്ക് തെരഞ്ഞെടുപ്പിൽ അപ്പുറത്തോട്ട് ചാടുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ എന്നാണ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു ക്ലൈമാക്സ് വരുന്നു, ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നു. ഈ ട്വിസ്റ്റ് ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് കരുതുന്നത് എന്താണ്? ഇത് ഏത് വോട്ടുകൾ സന്ദീപിനൊപ്പം അല്ലെങ്കിൽ ഏത് ഭാഗം സന്ദീപിനൊപ്പം കോൺഗ്രസിനെ അനുകൂലിക്കുമെന്നാണ് കരുതുന്നത്? ഈ സീറ്റ് ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, പാർട്ടിയിൽ വിഷയമുണ്ട്, സംഘടനാപരമായിട്ട് പ്രശ്നങ്ങളുണ്ട്, സംസ്ഥാന നേതൃത്വത്തോട് പരാതികളുണ്ട്, അങ്ങനെ അടിച്ചമർത്തപ്പെട്ട പല വിഷയങ്ങളുമുണ്ട് എന്ന് പറയുന്നിടത്ത് ഒരുപക്ഷെ ആ BJP അനുകൂല വോട്ടുകൾ പോലും UDF-ലേക്കും കോൺഗ്രസിലേക്കും വരാനുള്ളൊരു സാധ്യത. അതിന് പകരം ഒറ്റയടിക്ക് 24 മണിക്കൂറിനുള്ളിൽ പറയുകയാണ് നരേന്ദ്രമോദിക്കെതിരെ, ഈ ആശയങ്ങൾക്കെതിരെ, RSSനെതിരെ ഒറ്റയടിക്ക് മറിയുമ്പോൾ ഇത് UDF-ന് ഏത് തരത്തിൽ ഗുണമാകും? ഇത് ഗുണമാണോ ദോഷമാണോ ഒരു കണക്ക് കൂട്ടുമ്പോൾ ഉണ്ടാവുക? നോക്കൂ അപർണ, ഒരു തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തില് ഒരു രാഷ്ട്രീയ കക്ഷിയിലേക്ക് മറ്റൊരു രാഷ്ട്രീയ കക്ഷിയുടെ പ്രമുഖ നേതാവ് വരുമ്പോൾ ആ കക്ഷിക്കുണ്ടാകുന്ന ഒരു ആവേശവും ആ ട്രെൻഡും ഉണ്ട്. അതായത് ഇതാ കോൺഗ്രസ് ജയിക്കാൻ പോകുന്നു, അതുകൊണ്ടാണ് കോൺഗ്രസിലേക്ക് ഒരു പ്രമുഖ BJP നേതാവ് പോകുന്നത്, ഇത് മറ്റുള്ളവർക്ക് ഞെട്ടലുണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ പ്രവർത്തകർക്കും അനുഭാവികൾക്കും ഇടയിൽ ഉണ്ടാകുന്ന ഒരു ആവേശമുണ്ട്. ആ ആവേശം മാത്രമേ ഇത് കണ്ടാൽ മതി. അല്ലാണ്ട് ഇതിൽ ആദർശവും രാഷ്ട്രീയവും അഭിപ്രായമൊന്നും നമ്മൾ കാണേണ്ട കാര്യമില്ല. നമ്മുടെ സംസ്ഥാനത്ത് വ്യക്തിപരമായിട്ട് നേതാക്കൾ പാർട്ടി മാറുന്നതിൽ പ്രത്യേകിച്ച് ആദർശവും ആശയവും ഇന്നേ വരെ ഉണ്ടായിട്ടില്ലല്ലോ. അങ്ങനെ ഉണ്ടായിട്ടുള്ളത് വളരെ അപൂർവം മാത്രമാണ്. കാരണം ആദർശത്തിന്റെ പേരിൽ പാർട്ടി പോകുന്നതൊക്കെ വളരെ ചുരുക്കമായിട്ടേ ഉള്ളൂ. ഒരു ഉദാഹരണത്തിന് 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ CPM ആയത് ആദർശത്തിന്റെ പേരിലാണ്. 69 കോൺഗ്രസ് പിളർന്നത് ആദർശത്തിന്റെ പേരിലാണ്. 78 കോൺഗ്രസ് പിളർന്നത് ആദർശത്തിന്റെ പേരിലാണ്. 87 CPM പിളർന്ന് CMP ഉണ്ടായത് ആദർശത്തിന്റെ പേരിലാണ്. മറിച്ച് അതിനുശേഷം വ്യക്തിപരമായിട്ട് ഓരോ നേതാക്കളും വരുന്നതൊക്കെ അവരുടേതായ ചില നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഉദാഹരണത്തിന് KR ഗൗരിയമ്മയുടെ കാര്യം പോലും നമുക്കെടുക്കാം. അവർ JSS രൂപീകരിക്കാനുണ്ടായ കാരണം ആശയപരമായ അടിസ്ഥാനത്തെക്കാൾ VS അച്യുതാനന്ദനുമായിട്ടുള്ള തർക്കമായിരുന്നു. ഇവിടെ ഈ സന്ദീപ് വാര്യർ BJP വിടുന്നത് ഏതാണ്ട് 1-1.5 മാസം മുമ്പ് തന്നെ അദ്ദേഹം അസ്വസ്ഥനായിരുന്നല്ലോ. കുറെ കാലമായിട്ട് സന്ദീപ് വാര്യർ BJP-യിൽ ഒതുക്കപ്പെട്ടു എന്നൊരു ആക്ഷേപം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ സന്ദീപ് വാര്യർ ഒരുപാട് കാലമായിട്ട് BJP നേതൃത്വത്തോടെ ഇടഞ്ഞു നിൽക്കുകയാണ്. ആ ഇടഞ്ഞു നിൽക്കുന്നയാള് ഒരു സുപ്രഭാതത്തിൽ പുറത്തേക്ക് വന്നിട്ട് ആ പാർട്ടിയെ തള്ളി പറയുമ്പോൾ വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ സങ്കടവും അമർഷവും അതിലുണ്ട്. ഒപ്പം അദ്ദേഹം എന്താ പറയുന്നത്, എനിക്ക് ഈ പാർട്ടിയിൽ നിൽക്കാൻ പറ്റില്ല, ഞാൻ ഈ പാർട്ടിയുടെ ആശയങ്ങൾ ഉപേക്ഷിക്കുകയാണ് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനില്ലേ? അത് ഇന്നലെ ഇരുട്ടി വെളുക്കുമ്പോൾ പറയുന്നതല്ലല്ലോ. എനിക്ക് ഇന്ന് രാവിലെ തോന്നുകയാണ് ഞാൻ ഇത്രയും കാലം നിന്നത് എന്തിനാണ്, ആ പാർട്ടിനെ എന്തിനു കൊള്ളാം എന്നെനിക്ക് തോന്നിയാൽ അത് ഒരു ദിവസം അത് ഏതാണ്ട് ഇരുട്ടി വെളുക്കുമ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച പോലും ഞാൻ BJP-കാരനായി തുടരുകയാണ് എന്നാണ് പറഞ്ഞത്. അത് അറിയുന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് അവിടെ ഉള്ളതും. അല്ല, BJP ആണല്ലോ അദ്ദേഹം. അതേ BJP ആയിരുന്നല്ലോ. അദ്ദേഹം BJP-കാരനെ തുടർന്ന ഒരാള് BJP-യിൽ നിന്ന് നിൽക്കാൻ പറ്റില്ല, BJP എന്ന് പറയുന്നത് വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് എന്ന് പറയുമ്പോൾ അത് ഒരു ദിവസം തന്നെ അത് ആലോചിക്കാൻ പറ്റുള്ളൂ. ഒരാളൊരു കാര്യം ആലോചിക്കാൻ 1 മിനിറ്റ് പോരെ, 1 നിമിഷം പോരെ. ആ നിമിഷത്തിൽ അദ്ദേഹം ആലോചിച്ചിട്ട് അദ്ദേഹം തീരുമാനം എടുക്കുന്നു. ആ തീരുമാനം എടുത്തിട്ട് എന്താ ചെയ്യുന്നത്? എന്നെ നിങ്ങൾ MLA ആക്കൂ, എനിക്കൊരു ആഗ്രഹമുണ്ട് MLA ആകാൻ, ഞാൻ നിങ്ങളുടെ പാർട്ടിയിലേക്ക് വരട്ടെ, എന്നെ സ്ഥാനാർത്ഥിയാക്കും എന്ന് ചോദിച്ചിട്ടില്ല. കേന്ദ്രത്തിലും കേരളത്തിലും അധികാരമില്ലാത്ത പാർട്ടിയിലേക്കാണ് സന്ദീപ് വാര്യർ വരുന്നത്. അവിടെയാണ് അതിന്റെ കാര്യം. അത് നമ്മൾ അതിന്റെ ആദർശവും ആശയമൊക്കെ ചർച്ച ചെയ്യാൻ പോയാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ല, ഇത് ഈ വെറുപ്പിന്റെ രാഷ്ട്രീയവും സ്നേഹത്തിന്റെ കടയൊക്കെ കെ മുരളീധരനെ പോലെ മുതിർന്ന ഒരു നേതാവിനെ വിശ്വാസത്തിലെടുത്തുകൂടി വേണമായിരുന്നില്ലേ? മാധ്യമങ്ങളിൽ നിന്നാണ് താൻ ഈ വാക്കറിഞ്ഞത്. മുരളി പറയാണ്, മുരളി ഇനിയിപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പലതും പറയാനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അവിടെ നിൽക്കട്ടെ, കെ മുരളീധരൻ കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഇത് അറിയുമേ ആയിരുന്നില്ല. പ്രതിപക്ഷ നേതാവ് നേരിട്ട് ഇത്തരം ഒരു ഡീല് നടത്തുന്നു അല്ലെങ്കിൽ ഒരു ധാരണ ഉറപ്പിക്കുന്നു എന്നാണോ അണികൾ മനസ്സിലാക്കേണ്ടത്? അല്ലെ, ഡീലെ ധാരണ ഒന്നും പറയരുത്. രാഷ്ട്രീയത്തിലെ ഒരു തീരുമാനം, നയപരമായ തീരുമാനമോ തന്ത്രം എന്നൊക്കെ പറഞ്ഞ സ്ട്രാറ്റജി എന്ന് പറഞ്ഞ രാഷ്ട്രീയത്തിൽ ഉള്ളതല്ലേ തന്ത്രം എന്ന് പറയുന്നത്. CPM-ൽ ഇപ്പൊ തന്ത്രം ഇല്ലാത്തതല്ലേ പാലക്കാട് അനുഭവിക്കുന്നത്? ഒരു പ്രമുഖ നേതാവിനെ മറ്റൊരു പാർട്ടിയിലേക്ക് വരണം ഉണ്ടാകുമ്പോൾ അദ്ദേഹം ചർച്ച നടത്തുക 1-2 നേതാക്കളുമായിട്ടായിരിക്കും. KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവും AICC ജനറൽ സെക്രട്ടറിമാരും അതുപോലെ തന്നെ പാലക്കാടുള്ള 1-2 സന്ദീപിന്റെ സുഹൃത്തുക്കളും അറിഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. അത് കേരളത്തെ എല്ലാ കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചുകൊണ്ടാകണമെന്നില്ല. കെ മുരളീധരൻ അദ്ദേഹത്തിന്റെ ശൈലി അറിയാമല്ലോ.
അദ്ദേഹം ഇപ്പൊ നോക്കൂ, പാലക്കാട്ട് പോകുന്നില്ലെന്നല്ല അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം അവിടെ പോയിട്ട് രാഹുലിൽ നിന്ന് വോട്ട് ചോദിക്കില്ലെന്ന് പറഞ്ഞില്ലേ? അദ്ദേഹം അവിടെ പോയി രാഹുലിന് വോട്ട് ചോദിച്ചു. അത് നമ്മൾ കണ്ടതല്ലേ? അപ്പൊ കെ മുരളീധരന്റെ ആ ഒരു രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ശൈലിയാണ്, അത് എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ്. പക്ഷെ ഞാനിവിടെ ചോദിക്കുന്നത്, CPM-ൽ BJP-യിൽ നിന്ന് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ എത്തിയപ്പോൾ എന്തുകൊണ്ട് BJP CPM ഭയക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. അത് വോട്ട് കിട്ടുക എന്നുള്ളതല്ല. സന്ദീപ് വാര്യരുടെ കൂടെ ഒരു 10,000 വോട്ട് ഇങ്ങോട്ട് ഒലിച്ചു പോരുമെന്നൊന്നും കോൺഗ്രസ് കരുതുന്നില്ല. പക്ഷെ ഒരു പ്രമുഖ നേതാവ്, BJP-യിലെ ഒരു പ്രമുഖ നേതാവ് ആ പാർട്ടിയെ തള്ളി പറഞ്ഞുകൊണ്ട് വരുമ്പോൾ, സ്വീകരിക്കുമ്പോൾ സന്ദീപ് വാര്യർ പറഞ്ഞ 3 കാര്യങ്ങൾ ഞാൻ ഇന്നലത്തെ ചർച്ചയിൽ തന്നെ പറഞ്ഞെങ്കിലും ഇന്നത് ആവർത്തിക്കാം. എന്താണത്? ഒന്ന്, അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതിൽ അദ്ദേഹം പശ്ചാത്തപിക്കുന്ന രീതിയിൽ പറഞ്ഞു. എന്താണത് പറഞ്ഞത്? വെറുപ്പിന്റെ കടയിൽ നിന്ന് സ്നേഹത്തിന്റെ കട തുറന്നു എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. അത് സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അംഗീകരിക്കപ്പെട്ടു. പിന്നെ അദ്ദേഹം എന്താണ് പിന്നെ അദ്ദേഹം പറഞ്ഞത്? ഞാൻ പോകുന്നത് ഈ രാഹുൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞിരുന്ന BJP-യിൽ നിന്നാണ് അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ കോൺഗ്രസ് മുക്തമല്ല ഭാരതം, കോൺഗ്രസ് വേണം എന്ന് രാഹുൽ ഗാന്ധി ആഗ്രഹിച്ചു. അത് തന്നെ ഇദ്ദേഹം ആഗ്രഹിച്ചു. അപ്പൊ അതിലെന്താ തെറ്റ്? പിന്നെ അദ്ദേഹം പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. അത് തന്നെയാണല്ലോ CPM പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണത്? നിലപാട് വ്യക്തമാക്കട്ടെ. അദ്ദേഹം നിലപാട് എന്താ വ്യക്തമാക്കിയത്? ശ്രീജിത്ത് പണിക്കർ നേരത്തെ പറഞ്ഞ പോലെ സംഘപരിവാർ ആശയങ്ങളെ ഞാൻ പൂർണ്ണമായും തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരാൾക്ക് ഒരു ദിവസം അതിനുള്ള അധികാരം വരും, ഒരാൾക്ക് ഒരു ദിവസം ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നു. ആ നിമിഷത്തിൽ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇത്രയും കാലം നിന്നത് തെറ്റായ രാഷ്ട്രീയ പാതയിലാണ്, ഞാൻ ശരിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അതിലെത്തിനാ തെറ്റ് കാണുന്നത്? പക്ഷെ ഇവിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ CPM നേതാക്കളൊക്കെ വ്യത്യസ്ത അഭിപ്രായം പറയുമ്പോൾ, ഒരു വ്യക്തി ഒരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ അക്കാര്യത്തിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഏകീകൃത നയം ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. LDF-ന് ഏകീകൃത നയം ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം പറഞ്ഞത് എന്താണ്? സന്ദീപ് വാര്യർ നല്ല മനുഷ്യനാണ്, അദ്ദേഹം നല്ല മനുഷ്യനാണ്. രാജേഷ് മന്ത്രി എന്താ പറഞ്ഞത്? അദ്ദേഹം നല്ല മനുഷ്യനാണ്. ഇതൊക്കെ വ്യത്യസ്ത അർത്ഥത്തിലാണ് പറഞ്ഞത് മാത്രം. തിരിച്ച് അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നപ്പോൾ ഇവരൊക്കെ പ്രശ്നമായി. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? പത്രങ്ങൾ ആഘോഷിച്ചത്. എന്താ, പത്രങ്ങൾ വാർത്ത കൊടുക്കണ്ടേ? അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ കോൺഗ്രസിൽ എന്തെങ്കിലും ഒരു എഡ്ജ് കിട്ടുകയാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ പാടില്ല. ഇന്നലെ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോഴാണല്ലോ സന്ദീപ് വാര്യർ വരുന്നത്. തീർച്ചയായിട്ടും അത് കോൺഗ്രസിന്റെ ഒരു തന്ത്രം തന്നെയാണ്. പാലക്കാട് തന്ത്രത്തിൽ 3 തവണയും പാളിപ്പോയ പാർട്ടിയാണ് CPM, അറിയാമല്ലോ. BJP തന്ത്രത്തിൽ പാളിപ്പോയ പാർട്ടിയാണ് BJP. ഇപ്പൊ കേരളത്തിൽ നിന്നും നോക്കൂ, LDF-ലെ തന്നെ CPI എന്താണ് ഇക്കാര്യത്തിലെ എടുത്തിയാലെ അഭിപ്രായങ്ങൾ പറയാത്തത്? ഒരു പാർട്ടിയിലെ ഒരു നേതാവിന് മറ്റൊരു പാർട്ടിയിൽ പോകുമ്പോൾ അതിൽ വെപ്രാളമുണ്ടായി ജനങ്ങൾ സംശയിക്കും. ശരി എൻ ശ്രീകുമാർ, ഞാൻ തിരികെ എത്താം. ശ്രീ എൻ ശ്രീകുമാർ, റെജി ലൂക്കോസ് BJP നേതാവ് കോൺഗ്രസിലേക്ക് പോകുന്നു. അത് കോൺഗ്രസിന്റെ ആദർശവുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ടോ? പെട്ടെന്ന് ഒരു നേതാവ് തന്റെ ആദർശങ്ങൾ മുഴുവൻ മറന്നു കളഞ്ഞുകൊണ്ട് അത് മുഴുവൻ തിരുത്താൻ തയ്യാറാകുന്നു? അതൊക്കെ ഈ 2 പാർട്ടികൾ തമ്മിൽ, കുറഞ്ഞപക്ഷം BJP-കാരാണല്ലോ ഇതിൽ കൂടുതൽ പ്രതിഷേധം പ്രകടമാക്കുകയും ചെയ്യുന്നത്. അതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി, അല്ലെങ്കിൽ ഒരുപക്ഷെ സംസ്ഥാന അധ്യക്ഷൻ അപ്പുറത്തേക്ക് അത്തരം പ്രതികരണങ്ങൾ വരുന്നത് തന്നെയില്ല. CPM-ന് ഇടത് നേതാക്കൾക്ക് എന്തിനാണ് ഇത്രയ്ക്ക് അരിശം? എന്തിനാണ് ഇത്ര പരിഭവം? എന്തിനാണ് സന്ദീപ് വാര്യരെ കണ്ണടച്ച് ആക്രമിക്കാൻ ഇടത് നേതാക്കൾ നടക്കുന്നത്? എന്തുകൊണ്ട് ഒരു പാലക്കാട് തെരഞ്ഞെടുപ്പ് മാത്രം നിൽക്കുമ്പോൾ ഇടത് നേതാക്കൾക്ക് എന്തിനാണ് ഇത്രയ്ക്കൊരു ആശങ്ക പെട്ടെന്ന് സംഭവിച്ചത്? അതിനു മുമ്പായിട്ട് വേറെ കാര്യം പറയാം. സാക്ഷാൽ K. സുരേന്ദ്രൻ, BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഇന്നലെ കോൺഗ്രസ് ചേർന്നപ്പോൾ ഇത്രയ്ക്ക് വിമർശനപരമായ രീതിയിലുള്ള വല്ല വിമർശനത്തിന് വിധേയനാകുന്നില്ല. കാരണം എന്തുകൊണ്ടാ? ശശികല ടീച്ചറുടെ പോലെ നാണിപ്പിക്കുന്ന രീതിയിൽ കേരളത്തിൽ മതവിദ്വേഷം, വംശീയ വിദ്വേഷം ഇത്രയധികം രീതിയിൽ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയും ചാനൽ ചർച്ചകളിലൂടെയും പ്രചരിപ്പിച്ചുള്ള ഒരു വ്യക്തി കേരളത്തിൽ വേറെ ആരുമില്ല. ഇപ്പൊ BJP ഇരുന്നത് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാനുള്ള ധാർമ്മികമായ അവകാശമില്ലാത്ത ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞാൽ കേരളം ഒറ്റക്കെട്ടായിട്ട് പറയും, രാഷ്ട്രീയ പദവികൾ മുഴുവൻ പറയും, മതേതരത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും പറയുന്നത് സന്ദീപ് വാര്യർ എന്ന് പറയും. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ഉള്ളിൽ വലിയ രീതിയിലുള്ള ഒരു തിരയലൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഇദ്ദേഹത്തിന് കോൺഗ്രസിന്റെ മതേതരത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് പാരമ്പര്യമുള്ള ഒറ്റ വ്യക്തിക്കും മറ്റാരെ കൊണ്ടുതന്നെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. സാക്ഷാൽ ഇവരുടെ സമന്വയ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, രാഹുൽ ഗാന്ധി കഴിഞ്ഞ 5 വർഷം പാർലമെന്റ് നിയോജകമണ്ഡലമായ വയനാട്ടിൽ 9 തവണയെ വിസിറ്റ് ചെയ്തിട്ടുള്ളൂ. അതിൽ കൂടുതൽ തവണ അദ്ദേഹം പട്ടായം. അല്ല ശ്രീ റെജി ലൂക്കോസ്, ഇതൊക്കെ കോൺഗ്രസ്സുകാർ പറയട്ടെ, ഇതൊക്കെ കോൺഗ്രസിന്റെ കാര്യമല്ലേ? കോൺഗ്രസ്സുകാർ പറയട്ടെ ഇതൊക്കെ. ഞാൻ ചോദിക്കുന്നത് ഇടതുപക്ഷത്തിന് എന്താണെന്നാണ് മനസ്സിലാക്കാത്തത്. അല്ല, ഇടതുപക്ഷത്തിനെ നിങ്ങൾ വേട്ടയാടുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. ഞാനൊന്ന് പറഞ്ഞ് പൂർത്തിയിട്ടില്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല കാര്യങ്ങള് അത് പറയണ്ട. അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇങ്ങനെ പറഞ്ഞ ഒരാള് കോട്ടക്കൽ ആരോഗ്യശാല പ്രവേശിച്ചപ്പോൾ കുതിരവട്ടത്താണ് ചികിത്സിക്കേണ്ടത് പറഞ്ഞൊരു വ്യക്തി, അത് കൂടാണ്ട് തന്നെ കാശ്മീരിലെ
ഏതാണ്ട് 10,000-ഓളം കാശ്മീരി മുസ്ലിമുകളെ ടയർ കത്തിച്ചിട്ട് അതിനകത്തിട്ട് കൊന്നു തള്ളിയാൽ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വംശഹത്യ നടത്തിയാണ് പാലക്കാട് ജില്ലയിൽ ആന ചെരിഞ്ഞതുമായിട്ട് വന്നു. പടക്കം പൊട്ടി ആന ചെരിഞ്ഞതുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയെ മതപരമായി അധിക്ഷേപിച്ചൊരു വ്യക്തി, ഇങ്ങനൊരാള് സ്വന്തം തട്ടകം വിട്ട് കോൺഗ്രസ് എന്ന് പറയുന്നത് മതേതര മുഖംമൂടി ഇടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവേശിച്ചാൽ അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. കേരളം മതേതരത്തിന്റെ ഒരു ഭൂമിയാണ്. അവിടെ ഇങ്ങനൊരു വ്യക്തി വന്ന് കടന്നുകൂടാന്ന് പറഞ്ഞാൽ ആർക്ക് ചിന്തിക്കാം? സന്ദീപ് എന്റെ ഒരു നല്ല സുഹൃത്ത്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല, അനേക ചർച്ചകൾ ഞങ്ങൾ ഒന്നിച്ച് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അതൊരു അധാർമികതയുടെ ഒരു രാഷ്ട്രീയ സന്ദേശമല്ലേ കേരളത്തിൽ കൊടുക്കുന്നത്? ഇവിടെ ഇപ്പൊ നിങ്ങൾ പറയുമായിരിക്കും സരിൻ വന്നുള്ളത്. സരി ഇങ്ങനത്തെ ക്യാമ്പയിൻ നടത്തിയിട്ടില്ല. സരിൻ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് അദ്ദേഹം വന്നു, അദ്ദേഹത്തിനോട് തുറന്നു പറഞ്ഞു, അദ്ദേഹത്തിനെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കി. അതല്ല സന്ദീപിന്റെ കാര്യങ്ങള്. സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം കേരളം കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള മതവിദ്വേഷങ്ങളും ജാതി വിദ്വേഷങ്ങളും പറഞ്ഞൊരു വ്യക്തി. അത് ആർക്കെതിരെയാണ് അദ്ദേഹം കൂടുതൽ ക്യാമ്പയിൻ ചെയ്തിരിക്കുന്നത്? കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെയാണ്. കോൺഗ്രസിന്റെ ഈ സാക്ഷാൽ പ്രതിപക്ഷ നേതാക്കൾക്ക് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാണ്? അങ്ങനെയൊന്നല്ല. ഇനി എന്തിനധികം ഞാൻ ഒരു കാര്യം പറയാം. പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ തുടങ്ങിയ ശേഷം ഞാനും സന്ദീപോട് കൂടി മാതൃഭൂമി ചാനൽ ഒരു ചർച്ചയുണ്ടാക്കും. അന്ന് സന്ദീപ് വാര്യര് രാഹുൽ മാങ്കൂട്ടത്ത് പറഞ്ഞ വ്യക്തിപരമായിട്ട് അദ്ദേഹം പറഞ്ഞ വാക്യങ്ങള് ഞാൻ അത്ഭുതത്തോടുകൂടിയാണ് ഇപ്പൊ ഓർക്കുന്നത്. എങ്ങനെ ആ മനുഷ്യന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു പാർട്ടി പോയി അദ്ദേഹത്തിന് വോട്ട് ചോദിക്കാൻ ശ്രീ റെജി ലൂക്കോസ്, ധാർമ്മിക രോഷം ഇങ്ങനെ കൊള്ളല്ലേ? അത് മറ്റുള്ളവർക്ക് വേണ്ടി ഇത്രയധികം ധാർമ്മിക രോഷം ഇടതുപക്ഷം കൊള്ളരുത്. കഴിഞ്ഞ പാലക്കാട് പോയി വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ ഞാൻ. അവിടെ നമ്മൾ നേതാക്കന്മാരോട് നേരിട്ട് ചോദിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ കൂട്ടത്തി ചേർക്കാൻ പറ്റാത്ത കൊള്ളരുതാത്തവനായിട്ടൊന്നും ഒരു CPM നേതാക്കളും ഒരു മാധ്യമങ്ങൾക്ക് മുന്നിൽ സന്ദീപ് വാര്യരെ കുറിച്ച് പറഞ്ഞില്ല. സന്ദീപ് വാര്യരെ എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഏക നേതാവ് കെ മുരളീധരനാണ്. ഹി ബിലോങ്സ് ടു കോൺഗ്രസ്. അതായത് കോൺഗ്രസിന്റെ ഒരു നേതാവ് അത് പറഞ്ഞു എന്ന് പറയാം. അതാണ് നേരത്തെ ഞാൻ എൻ ശ്രീകുമാറിന് ചോദിച്ചത്. CPM-ൽ ഇടത് നേതാക്കൾ ആര് പറഞ്ഞു? എല്ലാവരും സന്ദീപ് നിലപാട് പറയട്ടെ, അദ്ദേഹം വരുന്നുണ്ടെങ്കിൽ വരട്ടെ, അപ്പോൾ ആലോചിക്കാം. അപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നോ? കൂട്ടത്തെ ആയിരുന്നില്ല, വർഗീയവാദി ആയിരുന്നില്ല, ഈ പറഞ്ഞ പരാമർശങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ പെട്ടെന്നാണോ വരുന്നത്? കോൺഗ്രസിലേക്ക് ചേർന്നപ്പോൾ പെട്ടെന്ന് ഇടത് നേതാക്കൾക്ക് ഒരു ബോധോദയം വന്നോ? അത് തെറ്റായ വായനയാണ്. അതിപ്പോ ഇടതുപക്ഷത്തിനെ വിമർശിക്കുക എന്നുള്ള നിങ്ങളുടെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ചോദിച്ചാൽ MP രാജേഷ് എന്ന് പറയുന്ന മന്ത്രി, ഇദ്ദേഹം BJP അതൃപ്തനാണെന്നും കസേര കിട്ടാത്തതിന്റെ പേരിൽ അദ്ദേഹം തിരിച്ചു പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഒരു പത്രസമ്മേളനം അത് നടന്നു. അദ്ദേഹത്തിന്റെ അതൃപ്തികൾ മുഴുവൻ പറഞ്ഞുകൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാ പോകണമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, MP രാജേഷ് എന്റെ രാജേഷിന്റെ അമ്മയും എന്റെ അമ്മയും ഒന്നിച്ചൊരു സ്കൂളിൽ പഠിപ്പിച്ചതാണ്, എനിക്ക് MP രാജേഷിന്റെ പേഴ്സണൽ അറിയാം. അങ്ങനെ അദ്ദേഹം CPM സ്തുതി പാടിയപ്പോൾ ചോദ്യങ്ങൾ MP രാജേഷിനോട് അദ്ദേഹം എന്താ പറഞ്ഞത്? വളരെ കൃത്യമായിട്ട് യൂട്യൂബിൽ നിങ്ങൾക്ക് അദ്ദേഹം എന്താ പറഞ്ഞത്? ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു നയമുണ്ട്, വർഗീയതയ്ക്കും മതവിദ്വേഷത്തിനെതിരെ ഏത് രീതി പറഞ്ഞാലും അത് തെറ്റാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ജനങ്ങളോട് പൊതുവായിട്ട് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ആലോചിക്കാന്ന് പറഞ്ഞു. അത് സ്വാഭാവികമല്ലേ? ഇപ്പൊ നേരത്തെ ഇവിടെ ശ്രീജിത്ത് പണിക്കർ OK വാസുവിന്റെ കാര്യം പറഞ്ഞു. OK വാസു ഞാൻ ഓർക്കുന്നുണ്ട് അദ്ദേഹം പാർട്ടിയിലേക്ക് വന്ന കാര്യങ്ങൾ. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു, ഇപ്പോഴും അദ്ദേഹം നടത്തിയ കണ്ണൂരിലെ പ്രഭാത വര പ്രശസ്തമായ പത്രസമ്മേളനം, അദ്ദേഹം ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ടാണ്? അതല്ലല്ലോ സന്ദീപ് വാര്യർ ചെയ്തത്. സന്ദീപ് വാര്യരെ സംബന്ധിച്ചോളം CPM നിലപാട് വളരെ കറക്റ്റാണ്. പിന്നെ നിങ്ങൾ പറയുന്നത് P ബാലകൃഷ്ണനെ കുറ്റ P ബാലകൃഷ്ണ എന്താ പറഞ്ഞത്? അത് എന്റെ അമ്മ മരിച്ചിട്ട് ഈ പാർട്ടിയിൽപ്പെട്ട ആരും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പാലക്കാട് സ്ഥാനാർത്ഥി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണ് പോലും എന്നെ ഒന്ന് വിളിക്കൂ, എന്റെ വീട്ടിൽ വരൂ. സംസ്ഥാന സമിതി സംസ്ഥാന കമ്മിറ്റി അംഗമായ എനിക്ക് സംസ്ഥാന കമ്മിറ്റിയുടെ റീത്ത് പോലും വെച്ചില്ല. എന്നാൽ BRM ഷെഫീന് അതുപോലെ തന്നെ A റഹീമിനെ പോലുള്ളവരെ വിളിച്ചു എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ആ രീതിയിൽ പ്രകടിപ്പിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് P ബാലൻ അദ്ദേഹത്തിനെ കുറിച്ച് നല്ല പറഞ്ഞ അമ്മ മരിച്ചത്. ഒറ്റ സെക്കൻഡ്, ഞാൻ ബഷീർ വെള്ളിക്കുന്നിലേക്കും ശ്രീ ഷാഹുൽ അഹമ്മദിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ N ശ്രീകുമാർ കഴിഞ്ഞ ആഴ്ച ഇതേ സമയത്ത് പാലക്കാട് നിന്ന് ഒരു ചർച്ച നടത്തുമ്പോൾ താങ്കളുണ്ട്, നിതിൻ കണിച്ചേരി ഉണ്ട്. നിതിൻ കണിച്ചേരി പറഞ്ഞത് താങ്കൾക്ക് ഓർമ്മയുണ്ടാവും. ഈ സന്ദീപ് വാര്യർ വിഷയം ശ്രീ നിതിൻ കണിച്ചേരിയോട് ചോദിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് സന്ദീപ് വാര്യർ വരികയാണെങ്കിൽ ഞങ്ങൾക്കതിനകത്ത് എതിർപ്പില്ല, ഈ പറഞ്ഞ പോലെ അല്ല. അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയ ശേഷം അതിനെക്കുറിച്ച് സംസാരിക്കാം വളരെ സൗമ്യമായിട്ട്. ശ്രീ N ശ്രീകുമാർ, താങ്കൾ ഓർക്കുന്നുണ്ടോ? ഞാൻ ഓർക്കുന്നുള്ളതുകൊണ്ടാണ്, താങ്കളെ ചർച്ചയിൽ ഉണ്ടായിരുന്നു എനിക്കൊപ്പം. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതായത് അതുകൊണ്ട് ഞാനിപ്പോ പറയാൻ പോകുന്നതാണ്, കേരളത്തിലെ ഈ പാലക്കാട്ട് സന്ദീപ് വാര്യരുടെ വിഷയത്തെ കുറിച്ച് CPM നേതാക്കളുടെ അഭിപ്രായം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന അപർണ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് CPM നേതാക്കളെ കുറിച്ച് എന്തായിരിക്കും അഭിപ്രായം?
ഇന്ന് രാജേഷൊക്കെ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്. കഴിഞ്ഞ തവണ രാജേഷ് പറഞ്ഞ നിങ്ങളുടെ പേരുണ്ട്. അതായത് ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയാം, നാളെ പറയുന്നത് ഇന്ന് പറയുമ്പോൾ കേൾക്കുന്നവരല്ല നാളത്തെ ശ്രോതാക്കൾ എന്ന് CPM അറിയാം. പച്ച നുണ പറയാം അവരിപ്പോ CPM. അതായത് നുണ ഒരു രാഷ്ട്രീയ ആയുധമാക്കിയ പാർട്ടിയാണ് CPM എന്ന് ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നുണ ഒരു രാഷ്ട്രീയ ആയുധം. ഇന്ന് പറഞ്ഞ എന്താണ് ഈ മന്ത്രി MP രാജേഷ്, അതേ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ എന്താണ് AK ബാലൻ പറഞ്ഞ എന്താണ്. ഇനി അതൊക്കെ പോട്ടെ, പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദ മാഷ് പറഞ്ഞ എന്താണ്. ഈ ആരെങ്കിലും ഇനി പാർട്ടിയുടെ പാലക്കാട് CPIയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി പറഞ്ഞ എന്താണ്. ഏത് ഇടതുമുന്നണി നേതാവാണ് സന്ദീപ് വാര്യരെ തള്ളി പറഞ്ഞ ആദ്യഘട്ടത്തില്? പക്ഷെ അദ്ദേഹം പോയില്ല, അതേ കോൺഗ്രസിലേക്ക് വന്നു. നിങ്ങളൊരു കാര്യം ആലോചിക്കൂ. ശ്രീ N ശ്രീകുമാർ, ഹരിഗോവിന്ദൻ ഇന്ന് കോൺഗ്രസ് നേതാവ് ഹരിഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം സന്ദീപ് വാര്യർ CPM-ഉമായിട്ട് ചർച്ച നടത്തി. അതായിരിക്കും പ്രതിഫലിച്ചിട്ടുണ്ടാവുക CPM നേതാക്കളുടെ മനസ്സിൽ. അങ്ങനെയാണെങ്കിൽ ആ ചർച്ച എന്തുകൊണ്ട് പരാജയപ്പെട്ടു, എന്തുകൊണ്ട് പെട്ടെന്നൊരു കോൺഗ്രസിലേക്ക് പോയി? അതിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്ട്രാറ്റജി അല്ല, മറ്റെന്തെങ്കിലും ഡീൽ അതിനകത്ത് ഉറപ്പിച്ചിട്ടുണ്ടോ? ഒറ്റപ്പാലം നിയമസഭാ സീറ്റ് എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ വേണമെങ്കിൽ തള്ളിക്കളയാം. അങ്ങനെ മറ്റെന്തെങ്കിലും ഒരു ഡീൽ ഉറപ്പിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് കൂടിയായിരിക്കുമോ അങ്ങനെ ഒരു അപ്രതീക്ഷ ട്വിസ്റ്റ് ഒക്കെ പാലക്കാട് ഉണ്ടായിട്ടുണ്ടാവുക? നോക്കൂ, സന്ദീപ് വാര്യർ CPM-ആയിട്ട് ചർച്ച നടത്തിയിട്ടില്ല എന്ന് പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷ് പറഞ്ഞാൽ നമ്മൾ അതാണ് വിശ്വസിക്കേണ്ടത്. സുഹൃത്തുക്കളായിട്ട് ആരെങ്കിലും ഒക്കെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമല്ല. സന്ദീപ് വാര്യർ കഴിഞ്ഞ ഒരു മാസമായിട്ട് അദ്ദേഹം അസ്വസ്ഥനായിരുന്നു. 2 ആഴ്ചയായിട്ട് അദ്ദേഹം ഒരുപാട് തീരുമാനം എടുക്കുന്നു പറഞ്ഞിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ ആഴ്ച അദ്ദേഹവുമായി ചർച്ച നടത്തിയിട്ട് അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് അദ്ദേഹം പാണക്കാട് പോകാൻ പാടില്ല. പിന്നെ ഈ സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യമില്ലേ? വ്യക്തി സ്വാതന്ത്ര്യം, രാഷ്ട്രീയ സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിൽ അനുവദിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു പാർട്ടി ചേരുമ്പോൾ അതുവരെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ കാത്തിരുന്ന ഒരു പാർട്ടി അദ്ദേഹത്തെ മേച്ഛമായ രീതിയിൽ സംസാരിക്കുന്നത് എന്തിനാണ്? അത് കേരളത്തിലെ ജനങ്ങൾ CPM-നെ വിലയിരുത്തുകയാണ്. അതായത് നിങ്ങൾ എന്നാ ആലോചിച്ച് നോക്കുക. പറഞ്ഞ പാലക്കാട് CPM-ന് 2 അജണ്ടയേ ഉള്ളൂ. ഒന്നെന്താണ്? VD സതീശൻ വിരുദ്ധ അജണ്ട. അത് CPM BJP ഒരുപോലെ പ്രവർത്തിപ്പിക്കുക. മുഖ്യമന്ത്രിയോടല്ല ഇന്ന് K സുരേന്ദ്രൻ ചോദിച്ചത്. K സുരേന്ദ്രന്റെ ചോദ്യം മുഴുവൻ VD സതീശനോടാ. പിന്നെ അപ്പുറത്തെ AK ബാലന്റെ ചോദ്യം മുഴുവൻ VD സതീശനോടാ. പിണറായി BJP-യുടെ സംസ്ഥാന ദേശീയ നേതാവ് നരേന്ദ്രമോദിയോടല്ല. അതായത് VD സതീശനാണ് ഇപ്പോൾ അവർക്ക് പ്രശ്നം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഏറ്റവും നല്ല തന്ത്രശാലിയായിട്ട് പാലക്കാട്ട് CPM-നെ BJP-യും ഒരുപോലെ മുക്കി താഴ്ത്തുന്ന ഒരു തന്ത്രം ആവിഷ്കരിച്ച നേതാവ് VD സതീശനാണെന്ന് വരികയല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ അപർണെന്ന് പറയൂ, എന്തിനാണ് VD സതീശനോട് ഇവർക്ക് ഇത്ര ദേഷ്യം? അദ്ദേഹം പ്രതിപക്ഷ നേതാവായി പോയെന്നല്ലേ ഉള്ളൂ. K മുരളീധരനാണ് നല്ലത്, മിടുക്കൻ. കാരണം എന്താണ്? K മുരളീധരൻ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം രാഷ്ട്രീയം കലർത്തി പറയും. നേരത്തെ അപർണ പറഞ്ഞൊരു ചെറിയ പ്രശ്നമുണ്ട്. മുരളീധരൻ പറഞ്ഞ എന്താണ്? സന്ദീപ് വാര്യർ വരുമോ എന്ന് പത്രക്കാർ മുരളിയോട് ചോദിച്ചു. അപ്പൊ മുരളി എന്താ പറഞ്ഞേ? ഇവിടെ തന്നെ നിൽക്കാൻ ഞങ്ങൾക്ക് സമയമില്ല, പിന്നെ സന്ദീപ് വാര്യർ ഒന്ന് വിളിച്ചുകൂടെ കൊണ്ടുവേണ്ട. ഒരു തമാശയും കൂടെ നിങ്ങളിൽ നേരിട്ട് പറഞ്ഞു സന്ദീപ് വാര്യർ വന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇങ്ങോട്ട് ചാടിയാൽ അടുത്ത ബ്ലോക്ക് തെരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്ക് ഇല്ല എന്നെങ്ങനെ പറയാൻ പറ്റുന്നു? നേരിട്ട് എന്നോട് പറഞ്ഞു ശ്രീ ശ്രീകുമാർ. അതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ വൗച്ച് ചെയ്ത് പറയാം. അങ്ങനെ തന്നെ പറഞ്ഞു. ശരിയായിരിക്കാം, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. നിങ്ങളോട് നേരിട്ട് ശരിയായിരിക്കാം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മുരളീധരന്റെ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയ ശൈലി എന്ന് പറയുന്നത് കോൺഗ്രസിലെ എല്ലാ നേതാക്കളും ഉൾക്കൊള്ളുന്നതല്ല. പക്ഷെ ഇപ്പൊ തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ ഇനി കോൺഗ്രസിന്റെ ഒരു പരിപാടിയും പങ്കെടുക്കില്ല പറഞ്ഞില്ലേ? കോൺഗ്രസിന്റെ യോഗങ്ങളിൽ പങ്കെടുക്കില്ല പറഞ്ഞില്ലേ? അദ്ദേഹം പാലക്കാട്, ഞാൻ ഏറ്റവും അവസാനത്തെ ഉദാഹരണം എടുക്കാം. പാലക്കാട് അദ്ദേഹം തന്നെയല്ലേ പറഞ്ഞേ, ഞാൻ പാലക്കാട്ട് പോകുന്ന കാര്യം പോകാൻ തീരുമാനിച്ചപ്പോ എന്താ പറഞ്ഞ മുരളീധരൻ? ഞാൻ കൈപ്പത്തിക്കും, അതുപോലെ കോൺഗ്രസിനും UDF-നും കൈപ്പത്തിക്കുമാണ് വോട്ട് ചോദിക്കാന്ന് പറഞ്ഞു. അപ്പൊ വലിയ വാർത്തയാക്കി ചാനലുകള്. അദ്ദേഹം അവിടെ പോയി പ്രസംഗിച്ചപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൈ ഉയർത്തിപ്പിടിച്ചിട്ട് നിങ്ങളുടെ വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ചെയ്യാൻ വേണ്ടി പറഞ്ഞില്ലേ? അതിൽ ഞാൻ യോജിക്കുന്നില്ല ശ്രീകുമാർ. അത് ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. ഏത് തരം പ്രചാരണത്തിന് അദ്ദേഹം വന്നാലും മാധ്യമങ്ങളോട് പറയാനുള്ളതെല്ലാം അണ്ടർലൈൻ ചെയ്തോ പരോക്ഷമായിട്ടോ ഒക്കെ K മുരളീധരൻ പറഞ്ഞു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഞാൻ എന്ന ഭാവങ്ങളെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ നമുക്ക് കണ്ടില്ല എന്ന് നടിച്ചാൽ പോലും മാധ്യമങ്ങളോട് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ തിരികെ എത്താം. ശ്രീ റിജിലുക്കോസ്, എനിക്കൊരു അല്പസമയം 2 കസ്റ്റഡിയിലേക്ക് തീരെ പോകത്തുണ്ട്. ശ്രീ ഷാഹുൽ ഹമീദ്, മതേതര രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് 24 മണിക്കൂറിനുള്ളിൽ സന്ദീപ് വാര്യർ പാണക്കാട് എത്തുന്നു. അത് UDF അദ്ദേഹത്തെ പരിപൂർണമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഒക്കെയുള്ളൊരു വിഷയമുണ്ട്. മലപ്പുറത്തെ ജനതയൊക്കെ വിമർശിച്ച ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്ന ഒരാൾ എത്തുമ്പോൾ അതിലൊരു മാറ്റമാണ് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ലീഗ് കണക്കാക്കുന്നത്. വളരെ സാഹോദര്യ ഒരു മനോഭാവത്തിൽ ലീഗ് അത് എടുക്കുന്നു. പക്ഷേ ഈ കോൺഗ്രസിൽ ഒരു പാളയത്തിൽ പടയില്ലാത്ത സ്ഥലമല്ല. K മുരളീധരനെ പോലെ ലീഗിന് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവ് പോലും ഈ വിഷയത്തിനകത്ത് പരിപൂർണ തൃപ്തിയൊന്നും പറഞ്ഞിട്ടില്ല. ലീഗിന് അങ്ങനെ
വളരെ സമവായത്തുള്ള ഒരു നിലപാട് ലീഗിനെതിൽ സ്വീകരിക്കുമ്പോൾ ഈ കോൺഗ്രസിൽ സംഭവിക്കുന്നത് എന്തായിരിക്കും എന്ന് ആലോചിക്കുന്നുണ്ടോ? സന്ദീപ് വാര്യർ ഇപ്പോ അദ്ദേഹം നിലപാട് വളരെ വ്യക്തമാക്കിയിട്ടാണ് കോൺഗ്രസിലേക്ക് വന്നത്. അദ്ദേഹം BJP-യുടെ ഭാഗമായിരുന്നു. അതുപോലെ തന്നെ BJP നയങ്ങളായിരുന്നു, BJP-യുടെ ഒരു വെറുപ്പിന്റെ രാഷ്ട്രീയമാണല്ലോ, BJP-ന്റെ നയങ്ങളായിരുന്നു അദ്ദേഹം ഇതുവരെ പറഞ്ഞത്. പക്ഷെ അദ്ദേഹം ഇന്നലെ, ഇപ്പൊ ഇവിടെ പലരും പറഞ്ഞതുപോലെ, ഇന്നലെ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, നരേന്ദ്രമോദിക്കെതിരായിട്ട് പറഞ്ഞു, BJP-യുടെ ആശയങ്ങൾക്കെതിരായിട്ട് പറഞ്ഞു, അവിടെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിൽ നിന്നും സ്നേഹത്തിന്റെ കട തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞതോടുകൂടി ആ നിലപാട് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പൊ നമുക്കറിയാം എത്രയോ പ്രശ്നങ്ങൾ ഇന്ത്യ രാജ്യത്ത്. ഇപ്പോ ശിവസേന, മഹാരാഷ്ട്രയിലെ ശിവസേന തീവ്രമായ ഹിന്ദുത്വ നിലപാടുമായിട്ട് പോയിരുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണ്. പല വർഗീയ കലാപങ്ങളിലും അവർക്ക് പങ്കുണ്ടായിരുന്നു. മലയാളി വിരുദ്ധ സമരം നടത്തിയിരുന്നു. 92-ലെ കലാപങ്ങളിൽ അവർക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞ് വളരെ വ്യക്തമായി പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു. പക്ഷെ അവര് ഒരു മതേതരത്വ മുന്നണിയിലേക്ക് വന്നപ്പോ അവരുടെ നിലപാടുകൾ മുഴുവൻ മാറി. മഹാരാഷ്ട്രയിൽ ഒരു മതേതരത്വ സംവിധാനത്തിന്റെ ഭാഗമായി കോൺഗ്രസും CPM ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ഇപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞു OK വാസു, അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം BJP-യുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. ആ BJP-യുടെ ജില്ലാ പ്രസിഡന്റായി അദ്ദേഹം ഇരിക്കുന്ന സമയത്താണ് P ജയരാജൻ വധശ്രമം നടക്കുന്നത്. P ജയരാജനെ കൊല്ലാനുള്ള, ക്രൂരമായി അദ്ദേഹത്തെ കൊല്ലാനുള്ള ശ്രമം നടന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന്. അത് അദ്ദേഹം വടകരയിലെ സ്ഥാനാർത്ഥിയായിരുന്നു. ആ OK വാസുവിനെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു, എനിക്ക് പരിപൂർണമായിട്ട് RSSൽ നിന്നും, RSSന്റെ പ്രത്യയശാസ്ത്രത്തിൽ നിന്നും ഞാൻ 50% മാത്രമേ പോന്നിട്ടുള്ളൂ, കമ്മ്യൂണിസം 50% മാത്രമേ എത്തിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ പിടിച്ചിട്ട് അവര് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാക്കി, അതേപോലെ മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാക്കി. അങ്ങനെ കേരളത്തിൽ എത്രയോ പിന്നെ OK വാസുവിന്റെ കൂടെ തന്നെ വന്ന അശോകൻ, അതുപോലെ തന്നെ വേറെ സുധീഷ് മിന്നി എന്ന് പറയുന്ന വേറൊരു ആള്, തിരുവനന്തപുരത്തെ കൗൺസിലറായിരുന്ന മറ്റൊരാൾ. അങ്ങനെ എത്രയോ BJP-ക്കാരും RSSകാരും തീവ്രമായ ഹിന്ദു നിലപാടുകൾ ഉണ്ടായിരുന്ന എത്രയോ ആളുകൾ CPM-ൽ വന്നു. അപ്പൊ ഒന്നും അവർക്ക് പ്രശ്നമല്ല. ഇപ്പോ സന്ദീപ് വാര്യർ ഇന്നലെ എന്തോ പറഞ്ഞു, മിനിഞ്ഞാന്ന് വരെ BJP-ക്കെതിരായിട്ട് പറഞ്ഞു, സതീശനെതിരായിട്ട് പറഞ്ഞു, രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് പറഞ്ഞു. ഇന്ന് അദ്ദേഹം കോൺഗ്രസിൽ വന്നു. അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യാതൊരു ഉളുപ്പില്ല എന്നാ CPM ചോദിക്കുന്നത്. മരണം നടന്നത് അവിടെ മാരാർജി ഭവനിലാണ്, പക്ഷേ ആർപ്പും വിളിയൊക്കെ കേൾക്കുന്നത് AKG സെന്ററിൽ നിന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ആരായിരുന്നു ഈ സലീം? മിനിഞ്ഞാന്ന് വരെ കോൺഗ്രസിന്റെ ആളായിരുന്നില്ലേ? തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്ന് വരെ മുഖ്യമന്ത്രിയുടെ ആഫീസ് സെക്സ് റാക്കറ്റിന്റെ ഭാഗമാണ് എന്ന് വരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ച സരിനെ അവർക്കെടുത്ത് തലയിൽ വെക്കാം, സ്ഥാനാർത്ഥിയാക്കാം, വോട്ട് ചോദിക്കാം. എന്തിനു വേണ്ടിയിട്ടാ സരിൻ വന്നത്? BJP-ആയിട്ട് ചർച്ച നടത്തി എന്നാ പറഞ്ഞത്, സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ട്. ഒരു സ്ഥാനാർത്ഥിയാകുക എന്ന് ഒരൊറ്റ മോഹം വെച്ചുകൊണ്ട് CPM-ലേക്ക് വന്ന, CPM-നെ നിശ്ചിതമായിട്ട് വിമർശിച്ച, ഒറ്റപ്പാലത്തെ UDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ആ സരിൻ എന്ന് പറയുന്ന വ്യക്തിയെ നേരം വെളുക്കുമ്പോഴേക്കും CPM ആയപ്പോ സ്ഥാനാർത്ഥിയാക്കാൻ ഇവർക്ക് പ്രശ്നമല്ല. മുഖ്യമന്ത്രിക്കെതിരെ തോന്നിവാസം, സെക്സ് റാക്കറ്റിന്റെ ഭാഗമാണ് മുഖ്യമന്ത്രിയുടെ ആഫീസ് എന്ന് പറഞ്ഞ അതിനേക്കാളും വലിയ ഗൗരവമുള്ള ആരോപണം ഉണ്ടോ? അത് കഴിഞ്ഞ ദിവസങ്ങളിലാ പറഞ്ഞത്. ആ സ്ഥാനാർത്ഥി, ആ വ്യക്തിയെ വിളിച്ച് ഇവർക്ക് സ്ഥാനാർത്ഥിയാക്കാം. BJP-യുടെ ഭാഗമായിരുന്നപ്പോ സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിയാണ് എന്നുള്ള അഭിപ്രായം ഒന്നും ഞങ്ങൾക്കില്ല. രാഹുൽ ഗാന്ധിയെ വിമർശിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കോൺഗ്രസിനെ വിമർശിച്ചിട്ടുണ്ട്, അതുപോലെ അദ്ദേഹം തീവ്രമായ ഹിന്ദു നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ചാനൽ ചർച്ചയിൽ നമ്മളൊക്കെ കണ്ടതല്ലേ, നമ്മുടെ കൂടെയൊക്കെ ഇരുന്ന ആളല്ലേ. പക്ഷേ അദ്ദേഹം നിലപാട് മാറ്റി. നരേന്ദ്രമോദിയുടെ നിലപാടല്ല, അതുപോലെ തന്നെ അമിത്ഷായുടെ നിലപാടല്ല, BJP-യുടെ നിലപാടല്ല. ഷാഹുൽ ഹമീദ്, അത് ഈ പോളിംഗിന് 48 മണിക്കൂർ മുമ്പാണ് ആ നിലപാട് മാറ്റുന്നത്. അതാണ് കൺവിൻസ് ആകുമോ എന്ന് ചോദിക്കുന്നത്. 48 മണിക്കൂർ പോളിംഗിന് മാത്രം മാറ്റം, അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണോ പാലക്കാട്ടെ വോട്ടർമാരെ? അദ്ദേഹത്തിന്റെ നിലപാടും പോളിംഗും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. ഏത് സമയത്തും അദ്ദേഹത്തിന് നിലപാട് മാറ്റാം. അങ്ങനെ നിലപാട് മാറ്റി ഞങ്ങൾ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിലില്ല, ഞങ്ങൾ മതേതരത്വത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് വരികയാണ് എന്നൊരാൾ പറഞ്ഞാൽ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞാൽ അവിടെ തടുത്തു നിർത്താൻ പറ്റുമോ? അങ്ങനെ തടുത്തു നിർത്താൻ പറ്റില്ലല്ലോ. പിന്നെ അദ്ദേഹം പാണക്കാട് വന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അദ്ദേഹം BJP നേതാവായിട്ടല്ല പാണക്കാട് വന്നത്, കോൺഗ്രസിലേക്ക് കടന്നു വന്ന് കോൺഗ്രസ് അദ്ദേഹത്തെ സ്വീകരിച്ച് ഞങ്ങളുടെ ഒരു സഖ്യകക്ഷിയായ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനായി പാണക്കാട്ടേക്ക് വന്ന ഞങ്ങൾ ഇങ്ങോട്ട് വരണ്ടാതെ ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? മാത്രമല്ല, ഇപ്പൊ നമുക്കറിയാം BJP-യിലൊപ്പത്തെ നേതാക്കന്മാരൊക്കെ കടുത്ത ഹൈന്ദവ തീവ്രവാദം പറയുന്ന ആളുകൾ, ആ ആളുകളൊക്കെ ഒന്ന് അങ്ങനെ നിന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം വേണ്ടേ? അവര് മതേതരത്വത്തിന്റെ പാതയിലേക്ക് വന്ന് അങ്ങോട്ട് വരണ്ടാന്ന് അവരോട് പറയാൻ പറ്റുമോ? നിങ്ങൾക്കറിയില്ല, ബാബു M പാലുശ്ശേരി ആരായിരുന്നു?
ശങ്കരനാരായണൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. സഖാവ് സൈദാലി വധക്കേസിന് പ്രതിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് രണ്ടാമത് CPM-ലേക്ക് വന്നല്ലോ, CPM MLA ആക്കിയല്ലോ. രാഷ്ട്രീയ നിലപാടുകൾ മാറ്റുമ്പോൾ തീവ്രമായ ഹൈന്ദവ രാഷ്ട്രീയം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ തീവ്രമായ മുസ്ലിം രാഷ്ട്രീയം ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാണെങ്കിലും ശരി നിലപാടുകൾ മാറ്റി മതേതരത്വത്തിന്റെ മുഖത്തിലേക്ക് അവർ കടന്നു വന്ന അവരെ സ്വീകരിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ നമുക്കറിയാം ശിവസേനയെ അന്ന് BJP-യിൽ നിന്ന് അടർത്തി മാറ്റി, അന്ന് കോൺഗ്രസിന്റെ മുന്നണിയുടെ ഭാഗമാക്കിയിട്ടില്ല എങ്കിൽ ഇന്നും അവിടെ ഹൈന്ദവ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് അവർ പ്രവർത്തിക്കൂലേ? മഹാരാഷ്ട്രയിലെ മതേതരത്വ സംവിധാനത്തിന് അത് ശക്തമായ എതിർപ്പാവൂലേ? മാത്രമല്ല എന്തൊക്കെ പുകിലുകളാ ശിവസേന ഉണ്ടാക്കിയിരുന്നത് ഹൈന്ദവ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരുന്നപ്പോ. ഇന്ന് ഇന്ത്യയിലെ മതേതരത്വ രാഷ്ട്രീയ ചേരി എടുക്കുന്ന നിലപാടുകളുടെ കൂടെ നിൽക്കാനും ഹൈന്ദവ തീവ്ര രാഷ്ട്രീയത്തിനെതിരായി ശക്തമായ നിലപാടെടുക്കാനും ഒരു വലിയ വിഭാഗത്തെ സാധിപ്പിച്ചെടുത്തതിന്റെ കാരണം എന്താണ്? അവര് നിലപാട് മാറ്റിയത് കൊണ്ടാണ്. അപ്പോ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്നലെ വരെ അദ്ദേഹം BJP-ക്കാരനായിരുന്നു, BJP-യുടെ നിലപാടിലായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ പാലക്കാടത്തെ തെരഞ്ഞെടുപ്പ് ഞങ്ങളും BJP-യും തമ്മിലാണ് മത്സരം. ബഷീർ പള്ളിക്കുന്ന് അവസാനം വന്നതിൽ ക്ഷമിക്കണം, ഞാൻ ഇതൊരു കൺക്ലൂഷൻ എത്തിയിട്ട് കൂടി താങ്കളിലേക്ക് വരാൻ. മതേതര മുഖമായിട്ട് ഒരാൾ തിരികെ വരുമ്പോൾ അത് പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കണം എന്നുള്ളൊരു നിലപാട് കൂടി താങ്കൾ സമൂഹ മാധ്യമത്തിൽ വ്യക്തമാക്കിയത് കൊണ്ടുകൂടിയാണ്. അങ്ങനെ ഒരു മതേതര കാഴ്ചപ്പാട് കോൺഗ്രസ് സ്വീകരിക്കുന്നു പറയുമ്പോൾ അതേ നാണയത്തിൽ ടിറ്റ് ഫോർ ടാറ്റിന് തിരിച്ചടിക്കുകയാണ് ഇടതുപക്ഷം പറയുന്നത്, ഞങ്ങളും പറയുന്നത് മതേതരത്വമാണ്. എങ്ങനെയാണ് ഒരു വർഗീയ മുഖം പെട്ടെന്ന് മതേതരത്വ മുഖമായി മാറുന്നത് എന്ന് ചോദിക്കുന്നു. അതായത് ഒറ്റയടിക്ക് ഇടതുപക്ഷത്തിന് ആ പ്ലേറ്റ് തിരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പ്രചാരണത്തിൽ ഈ മതേതരത്വത്തെക്കുറിച്ച് ആണ് UDF പറയുന്നതെങ്കിൽ LDF പറയാൻ പോകുന്നത് ഇപ്പുറത്താണ് എന്നുള്ളത്. BJP ഇത് രണ്ടുമല്ലാത്ത ഒരു നിലപാടിനകത്തേക്ക് കുറച്ചും കൂടെ ഒരു അവധാനത്തിൽ കാര്യങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും മറ്റു പല രാഷ്ട്രീയ പാർട്ടികളിലേക്കും പരിപൂർണ ആശയം മാറിയിട്ടൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ പാലക്കാട് കണ്ടുകൊണ്ടിരിക്കുന്നത് അതല്ല. അതിലൊരു മതേതര രാഷ്ട്രീയമുണ്ടോ? ഈ മണിക്കൂറുകൾ മാത്രം പോളിംഗിലേക്ക് നിൽക്കുമ്പോൾ ഇതൊക്കെ വോട്ടെടുപ്പിന് നിർണായകമാകുന്ന ഘടകങ്ങളാണ്. അതിനുശേഷം എന്ത് ധാരണയുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഇത് ഗുണം ചെയ്യും എന്ന് കരുതുന്നുണ്ടോ UDF-ന്? അല്ല, UDF-ന് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷണത്തിന്റെ ഭാഗമായി പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ പക്ഷേ ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരാൾ അയാളുടെ ഗതകാല പതിറ്റാണ്ടുകൾ നീണ്ട ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ വിദ്വേഷത്തിന്റെയും പകയുടെയും പക്ഷം ചേർന്നുകൊണ്ട് വമ്പിച്ച രൂപത്തിലുള്ള ആശയപ്രചാരണം നടത്തിയ ഒരാൾ അത് നിർത്തി ഒരു മറുചേരിയിലേക്ക്, മനുഷ്യപക്ഷത്തിന്റെ അല്ലെങ്കിൽ മതേതര പക്ഷത്തിന്റെ ഒരു ചേരിയിലേക്ക് വരുമ്പോൾ അതിനെ പരിഹസിക്കണമോ എതിർക്കണമോ എന്ന വിഷയമാണ് കാര്യമായി ഞാൻ ഫേസ്ബുക്കിലൊക്കെ പങ്കുവച്ചത്. നമ്മൾ ഒരു മനുഷ്യൻ വിദ്വേഷത്തിന്റെയോ പകയുടെയോ പ്രചാരകനായി മുന്നോട്ട് പോകുന്ന കാലത്തോളം അദ്ദേഹത്തെ എതിർക്കുക, എന്നാൽ ആ പക്ഷത്തു നിന്ന് പിന്മാറിക്കൊണ്ട് മനുഷ്യപക്ഷത്ത്, മതേതര പക്ഷത്ത് നിലയുറപ്പിക്കുന്ന നിമിഷം മുതൽ അയാളെ പിന്തുണക്കുക. ദാറ്റ് സിമ്പിൾ. നമ്മൾ ഈ പറയുന്നത് അത്ര വലിയൊരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. നമ്മൾ പറയുന്നത് മനുഷ്യപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന കാലത്തോളം, മനുഷ്യ സൗഹാർദ്ദത്തോട് ചേർന്ന് നിൽക്കുന്ന കാലത്തോളം ഒരു മനുഷ്യനെ പിന്തുണക്കുക. അതല്ലാത്ത സമയത്ത് വിദ്വേഷത്തിന്റെ പ്രചാരകനാകുന്ന കാലത്തോളം അദ്ദേഹത്തെ എതിർക്കുക. ഇപ്പൊ സന്ദീപ് വാര്യർ കടന്നു വന്നത് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടായിരിക്കാം, വ്യക്തിപരമായ BJP നേതാക്കളുമായുള്ള വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വ്യക്തിപരമായ താല്പര്യങ്ങളും നിക്ഷിപ്തമായ താല്പര്യങ്ങളും ഒന്നും ഇല്ലാത്ത ആളുകളെ രാഷ്ട്രീയ രംഗത്ത് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ വ്യക്തിപരമായ താല്പര്യങ്ങൾ ആളുകൾക്ക് ഉണ്ടാകുക സ്വാഭാവികമാണ്. പക്ഷെ ഒരു പക്ഷത്തേക്ക് മാറിക്കഴിഞ്ഞാൽ അദ്ദേഹം ഇതുവരെ പുലർത്തിക്കൊണ്ടുവന്ന ഒരു നിലപാടിൽ നിന്ന് മാറി ഒരു നിലപാട് പറയുമ്പോൾ അപ്പോഴും അതിനെ പരിഹസിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ചും ഇന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ അവസ്ഥയിൽ കൂടുതൽ ആളുകൾ ഫാസിസ്റ്റ് പക്ഷത്തേക്ക് പോകുകയും മനുഷ്യവിദ്വേഷത്തിന്റെ പാത പിന്തുടരുകയും ചെയ്യുന്ന ഒരു കാലത്ത് ഒരു ജനാധിപത്യ വ്യവസ്ഥയുടെ ഒരു പ്രധാന മാറ്റം സംഭവിക്കുന്ന ആളുകളുടെ ആശയതലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ആശയതലത്തിലുള്ള പ്രചാരണം കൊണ്ടേ ഒരു ജനാധിപത്യ രാജ്യത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പൊ ആശയതലത്തിലുള്ള പോരാട്ടം നടക്കണം. ഈ BJP-ക്ക് വേണ്ടി, RSS-ന് വേണ്ടി ശക്തമായ രൂപത്തിൽ ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന വാക്ചാതുരിയുള്ള ഒരു യുവ നേതാവാണ് അദ്ദേഹം. ഇത്ര കാലവും ആ പക്ഷത്തേക്ക് ആളുകളെ കൊണ്ടുവന്നിരുന്ന ഒരാളാണ്. ആ പക്ഷത്തു നിന്ന് അദ്ദേഹം മാറി ജനാധിപത്യ ചേരിയുടെ, മതേതര ചേരിയുടെ പക്ഷത്തേക്ക് വരുമ്പോൾ
അദ്ദേഹം പണ്ട് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി നമ്മൾ വിമർശനം ഉന്നയിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നിങ്ങൾ ആ പക്ഷത്ത് തന്നെ നിൽക്കൂ എന്ന് അദ്ദേഹത്തോട് പറയുന്ന ഒരു ശ്രമമാണത്. നിങ്ങൾ മുമ്പ് ഇത് പറഞ്ഞില്ലേ, നിങ്ങൾ മുമ്പ് ഇത്തരം പോസ്റ്റുകൾ ഇട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് സ്ക്രീൻഷോട്ടുകൾ ഇട്ട് നമ്മൾ അദ്ദേഹത്തെ പരിഹസിക്കുമ്പോൾ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് മറ്റൊരു പക്ഷത്തേക്ക് വരാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്നാണ്. അങ്ങനെ പറയാൻ തുടങ്ങിയാൽ ജനാധിപത്യ ലോകത്ത്, ജനാധിപത്യ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുക? അപ്പൊ ഇന്ന് അദ്ദേഹം പാണക്കാട് പോയതിനെ പരിഹസിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇന്ന് എന്റെ പോസ്റ്റിൽ സൂചിപ്പിക്കാൻ ശ്രമിച്ച കാര്യം, പതിറ്റാണ്ടുകളായി അദ്ദേഹം പറയുന്ന വിദ്വേഷത്തിന്റെയും പകയുടെയും രാഷ്ട്രീയത്തിന്റെ പാപക്കറകളും അതിന്റെ കുറ്റബോധവും ഒക്കെ കഴുകിക്കളയാനും അതിന്റെ പാപഭാരവും കുറ്റബോധവും മറച്ചു വെക്കാനും അദ്ദേഹത്തിന് കഴിയുന്ന ഒരു മണ്ണുണ്ടെങ്കിൽ അത് ആ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ പൊരുതുന്ന ഒരു ജനതയുടെ മലപ്പുറം, പ്രത്യേകിച്ച് മലപ്പുറം ജില്ല എന്ന സാമുദായിക വിദ്വേഷം ആളിക്കത്തിക്കാൻ വേണ്ടി സംഘപരിവാരം ശ്രമിക്കുന്ന ഒരു മലപ്പുറം ജില്ലയുടെ ആത്മാവിനെ ഉൾക്കൊണ്ട ഒരു കുടുംബത്തിലേക്ക് പോവുകയാണ് അയാൾ ചെയ്തത്. അപ്പൊ അതിലൊരു അല്ല, ശ്രീ ബഷീർ വിളിക്കുന്നു, അങ്ങനെ ഒരു മാതൃക ഒരാൾ കാണിക്കുമ്പോൾ ശ്ലാഘനീയമാണ്, അതിനൊപ്പം നിൽക്കാം. പക്ഷെ ഇതിന്റെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ പ്രതിഷേധിച്ചത്, ഈ ഒരാഴ്ച മുന്നേ ഉണ്ടായ ആ പ്രതിഷേധിച്ചത്, ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്, മാറി നിന്നത് ഒക്കെ ഈ ആശയങ്ങളുടെ പുറത്തായിരുന്നില്ല. നരേന്ദ്രമോദിയെ കുറ്റം പറഞ്ഞുകൊണ്ടായിരുന്നില്ല, RSSനെ കുറ്റം പറഞ്ഞുകൊണ്ടായിരുന്നില്ല, BJP കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിനെതിരെ, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങൾക്കെതിരെ, K സുരേന്ദ്രൻ അടക്കമുള്ളവർക്കെതിരെ പരോക്ഷമായിട്ടൊക്കെ BJPയുടെ സംസ്ഥാന സംഘടനയിലെ തനിക്ക് അനീതി ഉണ്ടാകുന്നു. അന്നൊന്നും ഈ ആശയങ്ങളല്ല പറഞ്ഞത്. ഈ ആശയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ പുറത്തേക്ക് പോവുകയും അത് മാറി നിന്ന ശേഷം കോൺഗ്രസിലേക്ക് വരികയല്ല ചെയ്തത്. കോൺഗ്രസിലേക്ക് വന്ന ശേഷമാണ് അദ്ദേഹം ഈ അഭിപ്രായം പ്രകടമാക്കിയത്. അദ്ദേഹം BJPയിൽ നിന്ന് മാറി നിന്നത്, BJP നേതാക്കൾ ചർച്ച നടത്തിയത്, RSS നേതാക്കൾ വീട്ടിൽ പോയി ചർച്ച നടത്തുന്ന ഒരു സാഹചര്യത്തിലൊക്കെ വിഷയം ഇതൊന്നും ആയിരുന്നില്ല. ഈ ആശയപരമായ വിഷയങ്ങളോ വർഗീയവാദമോ അതിന്റെ വിദ്വേഷമോ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയമോ സ്നേഹത്തിന്റെ കടയോ ഒന്നും ആയിരുന്നില്ല. ശരിയാണ്, അപർണ പറഞ്ഞത് ശരിയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് തന്റെ കക്ഷി മാറി വരുമ്പോഴും നമുക്ക് പറയാവുന്ന വാദഗതികളാണ് ഇതൊക്കെ. ഇപ്പൊ ഒരു സുപ്രഭാതത്തിൽ തന്നെയാണ് എല്ലാവരും അവരുടെ രാഷ്ട്രീയ മാറ്റം പ്രഖ്യാപിക്കുക. അപ്പൊ ഈ രാഷ്ട്രീയ മാറ്റം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് പറയുന്നു എന്നതാണ്, അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നതാണ്, പിന്നീടുള്ള വഴികളിൽ അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇപ്പൊ നമുക്ക് അറിയാം, നമുക്ക് ഇത്രയും കാലം ഈ കോൺഗ്രസിൽ നിന്നും മറ്റു കക്ഷികളിൽ നിന്നും BJPയിലേക്ക് ആളുകൾ പോവുകയാണ്. കോൺഗ്രസിൽ തന്നെ നിരന്തരം എത്ര നേതാക്കന്മാരാണ് കേരളത്തിൽ തന്നെ പോയിട്ടുള്ളത് BJPയിലേക്ക്? അപ്പൊ ഇതൊരു റിവേഴ്സ് മൈഗ്രേഷൻ ആണ്. ഞാനൊരു ക്യൂരിയസ് ആയിട്ട് ചോദിക്കട്ടെ, എന്തുകൊണ്ട് CPM നേതാക്കളുമായി അനൗദ്യോഗികമായിട്ട് ചർച്ച നടത്തി എന്നുള്ള വിഷയങ്ങളൊക്കെ വരുന്നു? ആ തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ CPM വളരെ മൈൽഡായിട്ട്, ഇപ്പോഴെന്ത് പറഞ്ഞാലും വളരെ മൈൽഡായിട്ട് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരുന്ന നേതാക്കന്മാരാണ്. എന്തുകൊണ്ടായിരിക്കും CPM വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയിട്ടുണ്ടാവുക? ഈ പ്രചാരണവുമായിട്ട് അത് പാലക്കാട് തെരഞ്ഞെടുപ്പുമായി കൂട്ടി വായിച്ചല്ലേ പറ്റൂ? തീർച്ചയായിട്ടും CPM അദ്ദേഹവുമായി ചർച്ച നടത്തിയിട്ടുണ്ട്, കോൺഗ്രസും അദ്ദേഹവുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ രഹസ്യ പാർട്ടികൾ നടത്തുന്ന രഹസ്യ ചർച്ചകളാണ്. അതിന്റെ ഉള്ളടക്കങ്ങളൊന്നും പൊതുസമൂഹത്തിലായി നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹത്തെ അദ്ദേഹം CPMലേക്ക് വരുമെന്ന ഒരു ധാരണയിലായിരുന്നു പൊതുസമൂഹത്തിലുണ്ടായിരുന്നു. ആ സന്ദർഭത്തിലൊക്കെ CPMന്റെ പ്രവർത്തകന്മാരും CPMന്റെ സൈബർ ഇടങ്ങളിലെ എഴുത്തുകാരും ഒക്കെ പാർട്ടി മാറി വരുന്ന ഇദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ട ഒരു മുന്നൊരുക്കം പ്ലാറ്റ്ഫോം നടത്തുകയായിരുന്നു. അതേ ആളുകളാണ് ഇന്നിപ്പോ ഞാൻ എഴുതിയ ഒരു പോസ്റ്റിന് താഴേക്ക് ഏതാണ്ട് 500-ലധികം കമന്റുകളുണ്ട്. അപ്പൊ അതിലുള്ള കമന്റുകളിലൊക്കെ അധികവും മുൻകാലത്ത് ഇദ്ദേഹം എഴുതിയിട്ടുള്ള സ്ക്രീൻഷോട്ടുകളാണ്. ഇത് CPM ഇപ്പോ ഇദ്ദേഹം കോൺഗ്രസിലേക്ക് പോയത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥ CPM പ്രവർത്തകന്മാർക്കുണ്ടായത്. അതേ നേരെ തിരിച്ച് CPMലേക്ക് പോവുകയായിരുന്നെങ്കിൽ ഇതേ പണി ഈ കോൺഗ്രസ് പ്രവർത്തകന്മാരായി എടുക്കുക. ഈ സ്ക്രീൻഷോട്ടുകളൊക്കെ അദ്ദേഹം CPMലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ കാശ്മീർ വിഷയത്തിലുള്ളതും അതുപോലെ തന്നെ ഈ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട വിഷയങ്ങളിലൊക്കെയുള്ള സ്ക്രീൻഷോട്ടുകളൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് അലക്കിയിരുന്നത് കോൺഗ്രസ് പ്രവർത്തകന്മാരായിരുന്നു. അപ്പൊ ഇപ്പൊ നേരെ തിരിച്ചു വന്നപ്പോൾ അത് CPM പ്രവർത്തകന്മാർ ചെയ്യും. ഇതൊക്കെ കക്ഷി രാഷ്ട്രീയത്തിന്റെ സാധാരണ കളികളാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന കാലത്തോളം ഒരു മനുഷ്യനെ നിങ്ങൾ പിന്തുണക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ജനാധിപത്യ രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. അപ്പോ ഈ സന്ദീപ് വാര്യനെ പോലെ ഒരാള്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയെക്കുറിച്ച് ദേശീയ തലത്തിൽ സംഘപരിവാരം നടത്തുന്ന അജണ്ടകൾക്കൊപ്പം നിന്ന ഒരാളാണ് അദ്ദേഹം ഇവിടെ വന്നിട്ട് ഇന്ന് പറയുന്നത് എന്താണ്? തളി ക്ഷേത്രത്തിന്റെ വാതിലിന് തീപിടിച്ച ഘട്ടത്തിൽ, അങ്ങാടിപ്പുറത്തെ തളി ക്ഷേത്രത്തിന്റെ വാതിലിന് തീപിടിച്ച ഘട്ടത്തിൽ ആദ്യം ഓടിയെത്തത് ശിഹാബ് തങ്ങളാണ് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ കഴിഞ്ഞ കാലത്ത് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പ്രത്യക്ഷമായ ഒരു മാറ്റം, കഴിഞ്ഞ കാലത്ത് അദ്ദേഹം നടന്ന വിദ്വേഷത്തിന്റെ വഴികളെ റദ്ദ് ചെയ്തുകൊണ്ട് അദ്ദേഹം മതേതരത്വത്തിന്റെ വഴിയിലേക്ക് കടന്നു വരികയാണ്.
ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ വീണ്ടും പരിഹസിക്കേണ്ടതുണ്ടോ? അദ്ദേഹം കാളിയനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പഴയകാല സംഭവങ്ങളെ ഓർമ്മിച്ചുപെടുത്തുകൊണ്ട് അതേ സ്ഥലത്ത് തന്നെ നിങ്ങൾ നിൽക്കൂ എന്ന് പറയുന്നിടത്ത് രാഷ്ട്രീയ ധാർമ്മികതയില്ല. മറിച്ച് അവിടെയുള്ളത് ജനാധിപത്യ മാറ്റങ്ങൾക്കെതിരെയുള്ള സമീപനമാണ്. ഓക്കെ, ശ്രീജിത്ത് പണിക്കർ, CPM-നെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യർ ഒരുപക്ഷെ CPM-നൊപ്പമായിരുന്നെങ്കിൽ മതേതരത്വം അല്ലെങ്കിൽ BJP പാളയത്തിൽ നിന്ന് സംഘപരിവാറിനെ വിമർശിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ട് ഇതാ ഇടതു പാളയത്തിൽ ഒരാൾ എത്തിയിരിക്കുന്നു, തെറ്റ് തിരുത്തലാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് ആഘോഷിച്ചേനെ സൈബർ ഇടങ്ങൾ എന്നാണ് ബഷീർ വളിക്കുന്ന് പറയുന്നത്. കോൺഗ്രസ് ഒരു മുഴം മുന്നേ എറിഞ്ഞിരിക്കുന്നു. അത് സ്വാഭാവികമായിട്ടും പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തും. അതിനുശേഷം എന്താണ് സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയണം. അപ്പോഴും ഈ സന്ദീപ് വാര്യർ പറയുന്ന ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. ശ്രീനിവാസൻ കൊലപാതകം നടന്ന സമയത്ത് താൻ കൊല്ലപ്പെട്ടോട്ടെ എന്ന് പോലും BJP കരുതി, തനിക്ക് സുരക്ഷ പോലും തന്നില്ല എന്നതടക്കമുള്ള ആരോപണങ്ങളുണ്ട്. അതായത് ഇനിയുള്ള സമയങ്ങളിൽ, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള സമയങ്ങളിലും ഒരു അകത്തുണ്ടായിരുന്ന ഒരാളാണ് പുറത്തു പോയിരിക്കുന്നത്. പല കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ സന്ദീപിന് കഴിയും. അത്രയും വക്താവായി നിന്ന ഒരാൾ കൂടിയാണ്, RSSന്റെ ഭാഗമായിട്ട് നിന്ന ഒരാൾ കൂടിയാണ്. സ്വാഭാവികമായിട്ടും BJP-യും CPM-ഉം കൂടെ സംയുക്തമായി ഇന്നോവ വിടും തനിക്കെതിരെ എന്നൊക്കെ പറയുമ്പോൾ K. സുരേന്ദ്രനായിരിക്കും ഈ വണ്ടി ഓടിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. BJP-ക്ക് ഭയക്കാൻ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഇല്ലേ പാലക്കാട് തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക്? നോക്കൂ, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളെല്ലാം തന്നെ ഗുരുതര സ്വഭാവത്തിലുള്ളതാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ CPM BJP ഒരു ബാന്ധവം ഇവിടെ ഉണ്ട് എന്നും അത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. കാരണം അതുകൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ പരാമർശിച്ചുകൊണ്ട് തന്നെ തന്റെ ആദ്യത്തെ ഒരു പ്രസ്താവന നടത്തുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു രാഷ്ട്രീയം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഇതുവരെ കോൺഗ്രസ് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ആരോപണമാണ്. CPM നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം കോൺഗ്രസും BJP-യുമായിട്ട് ഈ ബാന്ധവം എന്നാണ്. അപ്പോൾ ഈ ബാന്ധവത്തിന്റെ ഒരു ഭാഗത്ത് എല്ലായ്പ്പോഴും BJP ഉണ്ടായിരുന്നു. പക്ഷെ മറുഭാഗത്ത് തരാതരം കക്ഷികളൊക്കെ തന്നെ മറുപക്ഷത്തുള്ള ഏറ്റവും ശക്തനായ കക്ഷി അതിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ ആരോപണം ഉന്നയിക്കുമായിരുന്നു. ഇപ്പൊ BJP-യെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിലാക്കുന്നത് സന്ദീപ് വാര്യരെ പോലെ BJP-യുടെ ഇൻസൈഡർ ആയിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അദ്ദേഹമാണിത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഒരു വിഷയം. രണ്ടാമത്തേത് അല്പം മുമ്പ് പറഞ്ഞതുപോലെ അവരുടെ ഒരു രക്തസാക്ഷിയുണ്ട്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് രക്തസാക്ഷിത്വം അനുഭവിക്കേണ്ടി വന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. ആ സാഹചര്യത്തിൽ പാർട്ടിയുടെ മറ്റ് മുതിർന്ന നേതാക്കന്മാർക്ക് നേരെ ഭീഷണി ഉണ്ടായിരുന്ന സമയത്ത് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പാർട്ടി തയ്യാറാകുമ്പോഴും തനിക്ക് അതിനെ പറ്റിയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള വിവരവും നൽകിയിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് അതീവ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. അത് നേരത്തെ പറഞ്ഞിരിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് പോലെയല്ല, അതിനേക്കാൾ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കേണ്ടതാണ്. കാരണം ഇങ്ങനെ ഒരു ഡിസൈൻ ഇതിന്റെ പിന്നിൽ PFIയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നോ, അങ്ങനെ ഒരു ഇൻഫർമേഷൻ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മുൻകരുതലുകളൊക്കെ എടുത്തിരുന്നോ, അത് സന്ദീപിനെ അറിയിക്കുന്നതിന് BJP പരാജയപ്പെട്ടോ എന്നുള്ളതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ BJP അത് ചെയ്തില്ല എന്നതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു ഡിസൈൻ ഇവിടെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഭരണത്തിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പോലീസ് സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ അതിൽ എന്തെങ്കിലും രീതിയിലുള്ള മുന്നൊരുക്കം നടത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യമുണ്ട്. അതൊരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള 48 മണിക്കൂറിനുള്ളിൽ തീരുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ അത് കൂടുതലായിട്ട് അതിനെ പറ്റിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടാകണം. BJP ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. അതിലെന്താണ് അവരുടെ ഭാഗം എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപക്ഷെ സന്ദീപിനെ ഒന്ന് ഇഗ്നോർ ചെയ്ത് വിടാം എന്ന് BJP തീരുമാനിക്കുന്നുണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിന്റെ ഫലം എന്തായാലും സന്ദീപും BJP-യും തമ്മിൽ വളരെ രൂക്ഷമായ രീതിയിലത്തേക്കുള്ള ഒരു വാദപ്രതിവാദം ഒക്കെ അല്ലെങ്കിൽ ഒരു നിയമപരമായ പോരാട്ടം വരെ ഉണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഈ ഉന്നയിച്ചിരിക്കുന്ന ആരോപണത്തിൽ നിന്ന് വിടുതൽ നേടുക എന്നത് BJP-യെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തകർക്ക് നൽകുന്ന അല്ലെങ്കിൽ നൽകേണ്ടുന്ന ഒരു റീഅഷ്വറൻസിന്റെ ഭാഗമായിട്ടുള്ള ഒരു വെല്ലുവിളി കൂടിയാണ്. അത് അവർ ഏറ്റെടുക്കേണ്ടത് തന്നെയാണ്. ആ കാര്യത്തിൽ ആശയ വ്യക്തത ഉണ്ടാകേണ്ടതാണ്. കാരണം ഇവിടെ സമാധാനപരമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എല്ലാ ആൾക്കാർക്കും അവരുടെ സംഘടന തങ്ങളോടൊപ്പമുണ്ട് എന്നുള്ള ഉറപ്പ് അത് ഏതൊരു പാർട്ടിയാണെങ്കിലും നൽകേണ്ടതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ CPM-ന്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം അവര് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ട് വിഴുങ്ങുക എന്നുള്ളത് എങ്ങനെയാണ് സാധ്യം എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇപ്പൊ സന്ദീപിനെ കുറ്റം പറയുന്നതിന് വേണ്ടി അവർ ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇന്നലെ വരെ BJP-യുടെ സംഘപരിവാർ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു വ്യക്തി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുട്ടി വെളുത്തപ്പോഴേക്ക് പുതിയൊരു രാഷ്ട്രീയം സ്വീകരിക്കുന്നു. അങ്ങനെ സ്വീകരിക്കുന്ന ഒരാൾ അദ്ദേഹം ട്രാൻസ്ഫോംഡ് ആണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം ചെന്നിരിക്കുന്ന പുതിയ പാളയം പറയുമ്പോൾ അങ്ങനെ ട്രാൻസ്ഫോം ആകാൻ കഴിയില്ല എന്ന രീതിയിലത്തേക്ക് വർഗീയ വിഷം ചീറ്റുന്ന കാളിയൻ എന്ന് അദ്ദേഹത്തിനെ ശ്രീ MP രാജേഷ് വിശേഷിപ്പിക്കുന്നു. അതിനോടൊപ്പം തന്നെ അദ്ദേഹം വലിയ കാളകൂടമാണ് എന്ന രീതിയിലത്തേക്കുള്ള പ്രസ്താവന ഉണ്ടാകുന്നു. പിന്നെന്താണ് ഈ ശ്രീ AK ബാലന്റെ ഉൾപ്പെടെയുള്ള ചില പ്രസ്താവനകളൊക്കെ തന്നെ ഇത് വന്നിരുന്നു. ഞാൻ പറയുന്നത് സന്ദീപ് ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് ഈ ഓവർനൈറ്റ് ചേഞ്ച് വന്നു എന്ന് പറഞ്ഞാൽ
CPM നേതാക്കൾക്ക് എങ്ങനെയാണ് അത് ഉണ്ടാവുക? ഇപ്പോൾ CPM നേതാക്കൾ എന്തൊക്കെയാണ് പറഞ്ഞത്? വളരെ ക്ലാരിറ്റി ഉള്ള നേതാവാണ് അദ്ദേഹം എന്ന് പറഞ്ഞു, വളരെ നല്ല നേതാവാണ് എന്ന് പറഞ്ഞു, ആശയ വ്യക്തതയുള്ള ആർട്ടിക്കുലേഷൻ സ്കില്ലുള്ള നേതാവാണ് എന്ന് പറഞ്ഞു, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം ഇപ്പോഴുള്ള അദ്ദേഹത്തിന്റെ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ചിട്ട് വന്നാൽ ഞങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുമെന്നാണ് ശ്രീ എം. ഞാനൊന്ന് ഇടപെടുന്നു. ശ്രീ റെജി ലൂക്കോസ്, CPM നേതാക്കൾക്ക് ഇരുട്ടി വെളുക്കുമ്പോൾ എന്തും പറയാം, രാഷ്ട്രീയമാണ്, പ്രചാരണമാണ് പറയാം. പക്ഷേ നേരത്തെ പറഞ്ഞ ആദ്യത്തെ പോയിന്റ്, താൻ CPM-ലേക്ക് ഇടതുപക്ഷത്തേക്ക് പോകുന്നില്ല എന്നതിന് സന്ദീപ് വാര്യർ പറയുന്നത് CPM BJP ഡീല് പാലക്കാട് നടക്കുന്നു, അത് മുഖ്യമന്ത്രിക്ക് അറിയാം എന്നുള്ളൊരു ആരോപണം, അത് കോൺഗ്രസ് പറയുന്ന ഒരു ആരോപണം. കള്ളപ്പണ പെട്ടി വിവാദവുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴൊക്കെ ഉയർത്തിപ്പിടിച്ച അതേ ആരോപണം പറയുന്നു. ശ്രീനിവാസൻ കൊലപാതകവുമായി ബന്ധപ്പെട്ട് BJP തനിക്ക് മാറി നിൽക്കണമെന്ന് സന്ദേശം അയച്ചില്ല എന്ന് പറയുന്നിടത്ത് നേരത്തെ ശ്രീത്ത് പറഞ്ഞാൽ ഇത് പോലീസും കൂടി കുറ്റക്കാരാകുന്ന ഒരു വിഷയമൊക്കെ അതിനകത്ത് നിൽക്കുന്നുണ്ട്. പാലക്കാട് മാറ്റി നിർത്തിയാലും ചില ചോദ്യങ്ങൾ BJPക്ക് ഉത്തരം പറയുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന CPM കാഴ്ചക്കാരായി മാറുന്നില്ല. ചിലതൊക്കെ CPM-ന് ഉത്തരം പറയേണ്ടതായിട്ട് വരുന്നു. അത് മുൻകൂട്ടി കണ്ടിട്ടുള്ള ഒരു ആക്രമണമാണോ നടക്കുന്നത് എന്ന് ചോദിക്കേണ്ടി വരില്ലേ? അല്ല, അപർണ, എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം വെച്ചാല് തങ്ങളെ ഏറ്റവും കൂടുതൽ തങ്ങൾക്കെതിരെ ഹെയ്റ്റ് പ്രൊപ്പഗാൻഡ നടത്തിയ, ഏറ്റവും കൂടുതൽ മതവിദ്വേഷവും വെറിയും ഈ ഒരുപക്ഷെ രാജ്യത്ത് പോലും നടത്തിയ ഒരു വ്യക്തി ആ പാളയത്തിൽ നിന്നും കോൺഗ്രസ് പാളയത്തിലേക്ക് പോയിട്ട് നിങ്ങൾ ഇതിനെ CPM-നെ കുറ്റപ്പെടുത്തുന്നത്? ഇനി ഞാനൊരു കാര്യം ചോദിച്ചില്ല, എന്താ തടയരുത്, ചോദിച്ചോട്ടെ. ഈ എന്ത് ആദർശത്തിന്റെ അല്ലെങ്കിൽ എന്ത് മനപരിവർത്തനത്തിന്റെ പേരിലാണ് ശ്രീജിത്ത് ക്ഷമിക്കണം സന്ദീപ് വാര്യര് കോൺഗ്രസിലേക്ക് വന്നത്? നിങ്ങൾ ഓർക്കുന്നില്ല, അദ്ദേഹം കേവലം 8-9 ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹത്തിന് കസേര കിട്ടിയില്ല, തന്നെ അവഗണിക്കുന്നു, തന്നെ വേണ്ട പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ള വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന അനുഭവങ്ങളുടെ പേരിൽ മാത്രമാണ് അദ്ദേഹം ഇങ്ങോട്ട് പുറത്തു ചാടിയത്. അല്ലെങ്കിൽ തനിക്ക് വന്ന പരിവർത്തനങ്ങള്, തനിക്ക് ഈ പറയുന്ന വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് മോചിപ്പിക്കണം എന്നുള്ള വാക്കുകളൊക്കെ അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം സ്വന്തം കാര്യം കിട്ടാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം ഇറങ്ങിയത്. ഇന്നലെ ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ സുഹൃത്ത്, ഞാൻ നിങ്ങളുടെ പറഞ്ഞു ഇടപെട്ടിട്ടുണ്ട്, പ്ലീസ് ഒന്ന് ക്ഷമിക്കൂ. അപ്പൊ കേൾക്കും, സരിൻ ഞാൻ പറയാം. അത് സരിൻ എന്ന് പറയുന്ന വ്യക്തി കൃത്യമായി പത്രസമ്മേളനം നടത്തി താൻ CPM-നോട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നു, തന്നെ പരിഗണിക്കാമെന്ന് ചോദിച്ചു. അപ്പോഴാണ് CPM മറുപടി പറഞ്ഞത്. അതോടെ നിൽക്കുക, അത് കണ്ടനെ കൊടുത്തിരിക്കും, ഞാനിത് കംപ്ലീറ്റ് ചെയ്യട്ടെ. അങ്ങനെ ഇന്നലെ അദ്ദേഹം പത്രസമ്മേളനം ഇതിനെ കയറുമ്പോഴാണ് അദ്ദേഹം രാഹുൽ ഗാന്ധി പറഞ്ഞ് വോട്ട് ചെയ്ത് വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ്, ആ വെറുപ്പിന്റെ ഫാക്ടറിയുടെ തൊഴിലാളിയും മുതലാളിയും സൂപ്പർവൈസറും പ്രൊഡക്ഷന്മാരും എല്ലാം ഈ സന്ദീപ് ഒറ്റയ്ക്കായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കണ്ടേ. 2 രാത്രി പൂർണ്ണമായിട്ടും കോയമ്പത്തൂർ പോയി ഈ കോൺഗ്രസ് പാർട്ടിയോട് വില പേശി സ്ഥാനമാനങ്ങൾ ഉറപ്പിച്ചതിന് ശേഷം ഒരു ആശയത്തിന്റെ പിന്ബലമില്ലാതെ കണ്ട് സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസിലേക്ക് വന്ന് ചേക്കേറിയ ആളാണ് ഇദ്ദേഹം. ഇടതുപക്ഷത്തിന്റെ വിലപേശൽ പൊളിഞ്ഞുപോയി, അതാണ് സംഭവം അല്ലേ? അല്ല, അത് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞു, ഞാനിത് പൂർത്തീകരിച്ചോട്ടെ. ഏറ്റവും കൂടുതൽ അണികളോട് മറുപടി പറയാൻ വിഷമിക്കുന്ന പാർട്ടി ആരാ? മുസ്ലിം ലീഗാണ്. മുസ്ലിം സമൂഹത്തിനെയാണ് ഈ മനുഷ്യൻ സ്വതന്ത്ര ഇന്ത്യയിൽ ഇതുവരെ ആരും പറയാത്ത രീതിയിലുള്ള വേട്ടയാടലുകളും വിദ്വേഷങ്ങളും മുസ്ലിം സമൂഹത്തിനെ കത്തിച്ചു കളയണമെന്ന് പറഞ്ഞ മനുഷ്യനെ ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ പാലക്കാട് സ്വീകരിച്ച മുസ്ലിം ലീഗിന്റെ നേതൃത്വമാണ് ആ അണികളോട് പരാതി പറയേണ്ടത്. പാലക്കാട് മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും പ്രവർത്തകൻ സന്ദീപ് വാര്യർ ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഒരു മുന്നണിക്ക് വോട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പാലക്കാട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താ? തകർന്നടിച്ചിരിക്കുന്ന BJPക്കെതിരെയും. ശരി, ഞാൻ വരാം. ഷാഹുൽ പെട്ടെന്ന് മറുപടി പറഞ്ഞോളൂ. പിന്നെ ഞാൻ പറയട്ടെ, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് ഞങ്ങളുടെ നേതാവ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറയും. ഒരു ലീഗുകാരന്റെ വോട്ടും പുറത്ത് എവിടെയും പോവില്ല. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, P. ജയരാജനെ കൊല്ലാൻ ശ്രമിച്ച OK വാസുവിനെ നിങ്ങൾക്ക് മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കാമെങ്കിൽ P. ജയരാജനെ കൊല്ലാൻ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നൊടുക്കുന്ന സമയം BJPയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന OK വാസുവിനെ നിങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കാമെങ്കിൽ നിലപാടുകൾ മാറ്റി ജനാധിപത്യ മതേതരത്വ പാതയിലേക്ക് വന്ന സന്ദീപ് വാര്യരെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയില്ല. അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഞങ്ങളും BJPയും തമ്മിലാണ് മത്സരം. നിങ്ങൾക്ക് അവിടെ ഒരു റോളും ഇല്ല. അത് 23-ാം തീയതി നമുക്ക് കാണാം. നിങ്ങൾ അവിടെ 3-ാം സ്ഥാനത്താണ് വരാൻ പോണത്. അവിടെ BJPയെ ഞങ്ങൾ തോൽപ്പിക്കും. ഞങ്ങളും BJPയും തമ്മിൽ മത്സരം നടക്കുമ്പോൾ BJPക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അടിയുണ്ടല്ലോ,
ആ അടി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനിയും BJPക്ക് ഞങ്ങൾ അടി കൊടുക്കും. അവിടെ വർഗീയതയും UDF-ഉം വർഗീയതയും തമ്മിലാ മത്സരം. അവിടെ നിങ്ങൾ കാഴ്ചക്കാരാണ്. നിങ്ങൾ അവിടെ 3-ാം സ്ഥാനത്താണ്. അതിനൊന്നും യാതൊരു സംശയമില്ല. 23-ാം തീയതി കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും പ്രമുഖമായ ഒരു ന്യൂനപക്ഷ സമൂഹത്തിലെ ദേശവ്യാപകമായിട്ട് അവമാനിച്ച ഒരു വ്യക്തിയെ തന്നെ കൂട്ടിക്കൊണ്ടുവന്നിട്ടാണ് നിങ്ങൾക്ക് അടി കൊടുക്കാനായിട്ട്. അയാളോട് കണക്ക് പുറത്തെന്ന് പറയണ്ടേ? എന്നിട്ട് നിങ്ങൾ അടി കൊടുത്താൽ അടിക്കുന്ന ബലമുണ്ട്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി കേട്ടോണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാലക്കാട് ക്രിസ്ത്യൻ ഏറ്റവും പോകുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാ. നിങ്ങളെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അയാൾ വന്നാൽ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് MP രാജേഷ് പറഞ്ഞപ്പോ പിന്നെ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും സമയപരിമിതിയുണ്ട്. ശ്രീധർ 10 സെക്കൻഡിൽ പറയാമെങ്കിൽ സമയപരിമിതിയുണ്ട്. 10 സെക്കൻഡ്. ഷാഹുൽ ഹമീദിനോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ ഷാഹുൽ ഹമീദ് ശ്രീ സന്ദീപ് വാര്യർ ഒരു മാധ്യമ പ്രവർത്തകനെ ജിഹാദി എന്ന് വിളിച്ചതിന്റെ പേരിൽ ഒരു കേസ് ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ കേസ് പാട്ടകിലേക്ക് പിരിവെടുത്തിട്ടായാലും നടത്തുമെന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷനും പറഞ്ഞിട്ടുണ്ട്. ആ കേസിൽ നിങ്ങൾ ഇനി സന്ദീപ് വാര്യരെ പിന്തുണയ്ക്കുമോ? എന്നെ സംബന്ധിച്ചിടത്തോളം ആ കേസിനെ സംബന്ധിച്ച് അറിയില്ല. അതിപ്പോ BJPയിലായിരിക്കുന്ന സമയത്ത് BJPക്ക് വേണ്ടിയിട്ട് ഹിന്ദു രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ തെറ്റാണ്. നരേന്ദ്രമോദിയുടെ ലൈൻ തെറ്റാണ്. BJPയുടേത് വിദ്വേഷത്തിന്റെ ഫാക്ടറിയാണ്. മൂന്ന് മുന്നണികൾക്കും പറഞ്ഞത് തിരുത്തേണ്ടി വരുന്ന നിലപാടൊക്കെ ഈ പാലക്കാട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഒന്നും 3 എന്ന് പറഞ്ഞാൽ പോലും രാഷ്ട്രീയത്തിൽ അത് ശരിയാണ്. അതുകൊണ്ട് ഈ തരം പാളയത്തിൽ പടയും അല്ലെങ്കിൽ കൂടുവിട്ട് കൂടുമാറലും ഒക്കെ സ്വാഭാവികമെന്നേ കണക്കാക്കാനേ കഴിയുള്ളൂ. പക്ഷേ ഈ വിഷയങ്ങളെല്ലാം പാലക്കാട് പ്രചാരണത്തിന് ശേഷവും പാലക്കാട് വോട്ടെടുപ്പിന് ശേഷവും ഏത് തരത്തിലാണ് മുന്നണികളിലും പാർട്ടികളിലും പ്രതിഫലിക്കുക എന്നതുകൂടി ഒരുപക്ഷെ വോട്ട് ചെയ്യുന്ന പൊതുജനം ഉറ്റുനോക്കുന്നുണ്ടായിരിക്കും. വളരെയധികം നന്ദി നമ്മുടെ പാനലിസ്റ്റുമാർ റെജി ലൂക്കോസ്, ശ്രീജിത്ത് പണിക്കർ, N ശ്രീകുമാർ, ഷാഹുൽ ഹമീദ്, ഒപ്പം ശ്രീ ബഷീർ വള്ളിക്കുന്ന് നമുക്കൊപ്പം ചേർന്നതിന്. നമ്മൾ പ്രേക്ഷകരോടും ചോദിച്ചു, ഇടത് നേതാക്കളുടെ വിമർശനം, സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനത്തിന് എതിരെയുള്ള ഇടത് നേതാക്കളുടെ വിമർശനം സത്യസന്ധമാണെന്ന് ചോദിക്കുമ്പോൾ 70% പ്രേക്ഷകരും അല്ല എന്ന് തന്നെ കരുതുന്നു. 26% പ്രേക്ഷകർ മാത്രമാണ് അതെ എന്ന് പറഞ്ഞത്. പൂർണ്ണമാകുന്നു ഫ്രണ്ട്.